അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. കുറച്ചും താഴ്ത്തി ഞാൻ കുറച്ചും താഴ്ത്തി ലേശം താഴെ ആദരണീയരായ ഞങ്ങളുടെ ആത്മീയ ആലംബങ്ങളും അവലംബങ്ങളുമായ സയ്യിദുമാരെ, പ്രിയപ്പെട്ട എഞ്ചിനീയർ മൊയ്തീൻകുട്ടി സാഹിബ്, സദസ്സിലും മജ്‌ലിസിലുമുള്ള ഉലമാക്കളെ, സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, കേരള സംസ്ഥാന ജംഇയ്യത്തുൽ ഉലമായുടെ മുശാവറ സുചിന്തിതമായി ചർച്ച ചെയ്തെടുത്ത തീരുമാനപ്രകാരം അതിൻ്റെ സിൽവർ ജൂബിലി ആഘോഷ പരിപാടികൾ പ്രഥമ പരിപാടിയായി കഴിഞ്ഞ ഡിസംബർ 25-ാം തീയതി കോഴിക്കോട് ടാഗോർ ഹാളിൽ വെച്ച് പ്രഖ്യാപിക്കപ്പെട്ട സുവർണ ജൂബിലി ആഘോഷ പരിപാടികളിലെ പ്രഥമ പരിപാടിയാണ് ഈ മഹല്ലുകൾ ശിഥിലമാകരുത് എന്ന പ്രമേയത്തിലുള്ള പ്രചാരണം. അഭിമന്യരായ ഈ സംഘത്തിൻ്റെ സ്ഥാപകരായ ശൈഖുന താജുൽ ഉലമ അവർക്കു ശേഷം 3 പതിറ്റാണ്ടിലേറെ കാലം ഈ സംഘത്തെ നയിക്കുകയും ഈ സംഘത്തിന് നേതൃത്വം നൽകുകയും ഇതിനെ നിയന്ത്രിക്കുകയും ചെയ്ത കാര്യദർശി അഭിമന്യരായ മൗലാന സയ്യിദ് രാമദ് അലി തങ്ങൾ അവർകൾ ആ പ്രഖ്യാപന സമ്മേളനത്തിൽ പ്രഖ്യാപിച്ചിട്ടുള്ള പരിപാടികളിൽ പ്രഥമമാണ് ഇത്. ഇതിൻ്റെ പരിസമാപ്തിയിലേക്ക് നമ്മൾ നീങ്ങുകയാണ്. മഹല്ലുകൾ ശിഥിലമാകുന്ന ഒരു ചുറ്റുപാട് ഇപ്പോൾ വന്നെത്തിയ പ്രശ്നത്തിൽ നിന്നാണ് ഇങ്ങനെ ഒരു പ്രമേയത്തിൻ്റെ ഉദ്ഭവം. പല സമയത്തും പല രീതിയിലാണ് ഇത് കടന്നു വരാറുള്ളത്. നമ്മളെല്ലാവരും മനസ്സിലാക്കിയതുപോലെ ഐക്യത്തിൻ്റെ വേദികളായിരുന്ന മുസ്ലിം സംഘടനകളിലുള്ളവർക്കെല്ലാം ഒരുമിച്ച് കൂടാൻ പറ്റിയിരുന്ന മഹല്ലുകൾ തോറുമുള്ള കേന്ദ്ര ജുമുഅത്ത് പള്ളികളും ആ പള്ളികളെ കേന്ദ്രീകരിച്ചുള്ള മഹല്ലു സംവിധാനങ്ങളും അതിൻ്റെ കീഴിലുള്ള ഔദ്യോഗിക മദ്രസകളും മുസ്ലിം സംഘടനാ ഭേദമില്ലാത്ത വിധത്തിൽ മഹല്ലുകളുടെ കീഴിൽ നടത്തപ്പെടുന്നതും നിയന്ത്രിക്കപ്പെടുന്നതും ഭരിക്കപ്പെടുന്നതുമായിരുന്നു. ഇതിനിടയിലാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ EKAP വിഭാഗങ്ങളായി 1989 പിളരുന്നത്. അതിന് മുൻപുള്ള പിളർപ്പുകളിൽ ഭിന്നമായി അതിൻ്റെ മുൻപുള്ള പിളർപ്പും ഇതുപോലെ 6 മുശാവറ അംഗങ്ങൾ തന്നെ പുറത്തു വന്നുകൊണ്ടുണ്ടായതാണ്. പക്ഷേ സാരമായി അത് സമസ്തയെ ബാധിക്കാതിരിക്കാൻ ആ പുറത്തു പോകുന്ന പണ്ഡിതന്മാരും അവർക്കണിയിൽ നിന്നിരുന്ന അവരുടെ ശിഷ്യഗണങ്ങളും അനുയായികളും പ്രത്യേകം ശ്രദ്ധിച്ചു. നിങ്ങൾ കേട്ടതുപോലെ നമ്മുടെ കക്കാട് മുദരിസായി വളരെ കാലം സുദീർഘമായിരുന്ന പാണക്കാട് സാദാത്ത് കുടുംബത്തിലെ പ്രഥമ ഭാഗവി ബിരുദധാരിയും മുദരിസുമായ പണ്ഡിതർ മർഹൂം PMSA പൂക്കോയ തങ്ങൾ അവർകളിൽ നിന്ന് ഭിന്നമായി മഹാനരെ അറിയപ്പെടുന്നതിന് വേണ്ടി ഇവരെ മുദരിസ് പൂക്കോയ തങ്ങൾ എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. നമ്മുടെ ഭാഗങ്ങളിലൊക്കെ KMS പൂക്കോയ തങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്ന അഭിമന്യരായ നമ്മുടെ നേതാവ് സയ്യിദ് അബ്ദുൽ ജബ്ബാർ ശിഹാദ് തങ്ങളവരുടെ പിതാവ് സയ്യിദ് അബ്ദുൽ ഖഹാർ പൂക്കോയ തങ്ങൾ അവർകളെപ്പോലുള്ള മഹാന്മാരാണ് അവിഭക്ത സമസ്തയിൽ നിന്ന് അന്ന് പുറത്തു വന്നിട്ടുള്ള പണ്ഡിതന്മാർ. അവർ രൂപീകരിച്ച കേരള സംസ്ഥാന ജംഇയ്യത്തുൽ ഉലമ 50 വർഷമാണ് ഇപ്പോൾ പൂർത്തിയാക്കിയിരിക്കുന്നത്. ഈ 50 വർഷത്തിൻ്റെ ചരിത്രത്തിനിടയിൽ EKAP വിഭാഗം തമ്മിൽ പിരിഞ്ഞപ്പോൾ ഉണ്ടായിട്ടുള്ള കലഹങ്ങളോ കുഴപ്പങ്ങളോ ഒന്നും നമ്മുടെ മഹല്ലുകളിലോ മദ്രസകളിലോ പള്ളികളിലോ ഉണ്ടായിട്ടില്ലല്ലോ. അത് ഈ സംഘത്തിൻ്റെ അഭാവം കൊണ്ട് മാത്രമല്ല, ഈ സംഘത്തിൻ്റെ അംഗങ്ങൾ കുറഞ്ഞതുകൊണ്ട് മാത്രമല്ല,
കുറഞ്ഞ കൂട്ടർക്കും ഫിത്തന ഒപ്പിക്കാനും കുഴപ്പങ്ങളുണ്ടാക്കുവാനും അതതു കാലത്തുള്ള ഛിദ്രശക്തികളെയും രാഷ്ട്രീയ ശക്തികളിലുള്ള ഭിന്നചേരികളെയും ഒക്കെ പിടിച്ചാൽ എല്ലാവർക്കും സാധിക്കുമല്ലോ. പക്ഷെ അതിന് നിന്നവരായിരുന്നില്ല നിസ്വാർത്ഥരായ ഉഖ്റവി ആലിമുകളായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ സ്ഥാപിക്കുന്നതിന് വേണ്ടി പാടുപെട്ട വണ്ടൂരിലെ താജുൽ ഉലമായും തൻ്റെ സഹപാഠി മൗലാന മർഹൂം കുഞ്ഞറമുട്ടി മുസ്ലിയാർ പോലുള്ള മഹാരഥന്മാർ, നമ്മുടെ കക്കാട്ട് KMS പൂക്കോയ തങ്ങളവറുകളെ പോലുള്ള മഹാരഥന്മാരൊക്കെ. അത്തരം പണ്ഡിതന്മാരിൽ നിന്ന് ഭിന്നമായി 89-ൽ 2 വിഭാഗമായി സമസ്ത EKAP വിഭാഗം പിളർന്നപ്പോൾ ഒന്നിച്ചലേടിച്ചു വന്ന കുഴപ്പം മഹല്ലുകൾ കയ്യിലാക്കുന്നതിന് വേണ്ടി, മഹല്ലുകളിലുള്ള മദ്രസകൾ ആരുടെ അംഗീകാരത്തിൽ കൊണ്ടുവരുന്നതിന് വേണ്ടി, മഹല്ലിന്റെ ഭരണങ്ങൾ ആരായിരിക്കണം നടത്തേണ്ടത് അതിൽ സ്ഥാനമുറപ്പിക്കുന്നതിന് വേണ്ടിയുള്ള കടിപിടിയായിരുന്നു. അങ്ങനെ മഹല്ലുകൾ കൈയടക്കുന്നതിന് വേണ്ടി നിലവിലുള്ള മഹല്ല് ഭരിക്കുന്നവരാരാകട്ടെ അവർക്കെതിരെ മറുപക്ഷം വന്നുകൊണ്ടിരിക്കുന്ന ഒരു ചുറ്റുപാടും ഭരിച്ചുകൊണ്ടിരിക്കുന്നവർ അത് പുറത്തു പോകാതിരിക്കാനും പിടികൊടുക്കാതിരിക്കാനും തങ്ങളുടെ കയ്യിൽ നിന്ന് വിട്ടുപോകാതിരിക്കാനും വേണ്ടി നടത്തുന്ന വാശിയേറിയ മത്സരങ്ങളും മറ്റുമായി വലിയ കുഴപ്പങ്ങൾ ബഹളങ്ങൾ നടന്നുവെന്ന് മാത്രമല്ല, പള്ളി മദ്രസകളുടെ മുൻപിൽ പോലീസുകൾ കാവൽ നിൽക്കുകയും ചെറിയ കുഞ്ഞു പൈതങ്ങൾ പഠിക്കാൻ വരുമ്പോൾ അതിരാവിലെ കാക്കിയുടുപ്പുകാരായ പോലീസുകാർ തോക്കും ചൂണ്ടിക്കൊണ്ട് നിൽക്കുന്ന രംഗം കണ്ടുകൊണ്ട് പേടിച്ചു പറിച്ച മക്കൾ പഠിക്കാൻ വേണ്ടി വരുന്ന ചിത്രങ്ങൾ വരെ പത്രങ്ങളിലൊക്കെ പ്രചാരപ്പെട്ടു വരികയുമുണ്ടായി. ആ സമയത്ത് സമാധാനത്തിന്റെ പ്രചരണവുമായി ഒരു പീസ് ക്യാമ്പയിൻ നടത്തിയത് കേരള സംസ്ഥാന ജംഇയ്യത്തുൽ ഉലമായുടെ നിർദ്ദേശപ്രകാരം ബഹുമാനപ്പെട്ട തങ്ങളവറുകൾ നേതൃത്വം നൽകുന്ന 25 കാലം തങ്ങളവറുകൾ അധ്യക്ഷരായി പ്രവർത്തിച്ച SYF എന്ന സുന്നി യുവജന ഫെഡറേഷൻ എന്ന മഹത്തായ സംഘടനയായിരുന്നു. അന്ന് ആ സംഘത്തിന്റെ ക്യാമ്പയിൻ നടക്കുമ്പോൾ അന്ന് നിലവിലുള്ള മഹല്ലുകളിൽ കുഴപ്പമുണ്ടാക്കരുത്, പ്രശ്നമുണ്ടാക്കരുത് എന്ന് പറയുമ്പോൾ അത് നേരിട്ട് ചെന്നു തറച്ചിരുന്നത് മഹല്ലുകൾ പിടിച്ചടക്കുന്നതിന് വേണ്ടി, മഹല്ലുകളിലെ മദ്രസകൾ വിഭജിക്കുന്നതിന് വേണ്ടി, പാർട്ടികളാക്കി തിരിക്കുന്നതിന് വേണ്ടി, തങ്ങളുടെ അവകാശം തങ്ങൾക്ക് കിട്ടുന്നതിന് വേണ്ടി പരിശ്രമിക്കുന്നവരാരാണോ അവരുടെ നെഞ്ചത്തേക്കായിരുന്നു. അതായത് മിക്കവാറും APSുന്നുകളായിരുന്നു. അത് രണ്ടു പക്ഷത്തും രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട അനുകൂലികളും പ്രതികൂലികളുമാണല്ലോ. നിലവിലിരിക്കുന്ന നമ്മുടെ മലപ്പുറം ജില്ല പോലുള്ള മലബാർ പ്രദേശങ്ങളിലൊക്കെ മുസ്ലിം ലീഗുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇവിടെ 2 കൂട്ടരും പ്രവർത്തിച്ചത്. ഒരു കൂട്ടർ മുസ്ലിം ലീഗിന്റെ പിന്തുണയുള്ളവരും മറുകൂട്ടർ മുസ്ലിം ലീഗിന്റെ വിരോധികളും എന്ന നിലയിലാണ് പ്രവർത്തിച്ചത്. നമുക്കറിയാം ഇന്നും പ്രവർത്തനത്തിന്റെ ശൈലി അത് തന്നെയാണ്. പക്ഷേ ഈ 2 ശൈലിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന അന്നത്തെ ആളുകൾ മുസ്ലിം ലീഗിന്റെ ആളുകളാണല്ലോ. മിക്കവാറും മഹല്ലുകളുടെ ഭരണത്തിലൊക്കെ സ്വാധീനമുള്ള രാഷ്ട്രീയ നേതാക്കളും നമ്മുടെ മലബാർ പ്രദേശത്തുള്ള സമുദായ നേതാക്കളും എന്ന നിലക്ക് അവർ കൈയടക്കിയിരിക്കുന്ന, അവർ ഭരിച്ചുകൊണ്ടിരിക്കുന്ന മഹല്ലുകൾ പിടിച്ചടക്കുന്നതിന് വേണ്ടി വരികയോ വിഭജിക്കുന്നതിന് വേണ്ടി വരികയോ ചെയ്യുന്നവർക്കായിരുന്നു അന്നത്തെ ക്യാമ്പയിനിൽ പ്രയാസം നേരിട്ടത്. അവരന്ന് കേരള സംസ്ഥാന ജംഇയ്യത്തുൽ ഉലമ എന്ന സംഘത്തെ കണ്ണിലെ കരടായി കണ്ടു. ആ വിധത്തിൽ തന്നെ അവർ അതിനെതിരെ പ്രതികരിച്ചു. അങ്ങനെ ഇരിക്കുന്നതിനിടയിൽ കാലം നീണ്ടുപോയി, ശൈലികൾ മാറിപ്പോയി, പലരും പല വിധത്തിലായിപ്പോയി. അവർ ഒറ്റക്കൊറ്റക്ക് പള്ളികളും മദ്രസകളും ഉണ്ടാക്കി അവരുടെ പ്രവർത്തനം അവരിൽ ഒതുക്കി നിർത്തിക്കൊണ്ടുള്ള ഒരു രീതിയിലേക്ക് മാറി. സ്വന്തം മദ്രസകൾ, സ്വന്തം പള്ളികൾ മിക്ക സ്ഥലത്തും അവരുണ്ടാക്കി, മിക്ക സ്ഥലത്തും അവർ ദർസുകൾ ഉണ്ടാക്കി. അങ്ങനെ അവരുടെ തട്ടകത്തിൽ നിന്നുകൊണ്ട് അവർ തന്നെ ഉണ്ടാക്കിയ പള്ളികളിലും അവർ തന്നെ നടത്തുന്ന മദ്രസകളിലുമായിക്കൊണ്ട് അവരവരുടെ പ്രവർത്തനം ഒതുക്കി നിന്നപ്പോൾ പൊതുവായ മഹല്ലുകളുടെ നിയന്ത്രണം സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ നേതാക്കളിലും അവരെ പിന്തുണക്കുന്ന വിധമുള്ള മുസ്ലിം സമുദായ നേതാക്കളുടെയും ഒക്കെ കരങ്ങളിലായിരുന്നു. ആ വിധത്തിൽ തന്നെ നമ്മുടെ നാടുകളിലുള്ള മുസ്ലിം മഹല്ലുകളൊക്കെ മുന്നോട്ട് നീങ്ങി. അതിനിടയിലാണ് ഇപ്പോൾ മഹല്ലുകളിൽ വീണ്ടും കുഴപ്പം വന്നുകൊണ്ടിരിക്കുന്നത്. ഇത് എന്തിൻ്റെ പേരിലാണെന്ന് ആലോചിക്കുമ്പോൾ രണ്ടാമത് പൊതുമഹല്ലുകൾ കൈയടക്കാൻ വേണ്ടി സ്വന്തം പള്ളിയുള്ള ആളുകൾ വരുന്നത് മാത്രമല്ലല്ലോ വിഷയം. ഒന്നുകിൽ 2 കൂട്ടരും കൂടി നടത്തിക്കൊണ്ടിരിക്കുന്നിടത്ത് ഒരു കൂട്ടർ പുറത്തായതോ, അല്ലെങ്കിൽ 2 കൂട്ടരും കൂടി നടത്തണമെന്നുള്ളിടത്ത് ഒരു കൂട്ടർ പോയതോ, അതല്ലെങ്കിൽ 2 കൂട്ടരും കൂടി ഒത്തൊരുമിച്ചുകൊണ്ട് നിർത്തിയിട്ടുള്ള ആളുകളെ ഒഴിവാക്കപ്പെട്ടതോ, മുസ്ലിംമാരെ ഒഴിവാക്കപ്പെട്ടതോ, ഈ രീതിയിലുള്ള കാരണങ്ങളാണ് ഇന്നിപ്പോൾ മഹല്ലുകളിൽ കുഴപ്പങ്ങൾ ഉണ്ടാകുന്നതിന് കാരണമെന്ന് ഇത് പഠിക്കുന്ന ഏതൊരാൾക്കും പഠിക്കാം. ഇത് ഞങ്ങൾ പറയുന്നത് കേട്ട് പഠിക്കണ്ട, ഞങ്ങൾ പുറത്തു നിന്ന് പഠിക്കുന്നവരാണ്. ഈ 2 സംഘടനകളോടും ബന്ധമില്ലാത്തവരാണ്. എല്ലാവർക്കും അറിയാം
ബഹുമാനപ്പെട്ട ശൈഖുന താജുൽ ഉലമ വണ്ടൂരിലെ ശൈഖുന അവർകൾ സദഖത്തുള്ള മുസ്ലിയാർ എന്ന് പേരറിയാൻ വേണ്ടി പറയട്ടെ, മഹാനവറുകളുടെ നേതൃത്വത്തിലുള്ള സംഘത്തിന് ഈ രണ്ടു സംഘത്തോടും ബന്ധമില്ലെന്ന് എല്ലാവർക്കും അറിയാം. അവരുടെ പ്രവർത്തന വീഥി മറ്റൊന്നാണ്. അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തും ദീനിന്റെയും സംരക്ഷണവും കാവലുമാണ്. അത്യാവശ്യം അനിവാര്യമായ ഘട്ടങ്ങളിൽ മാത്രം പൊതുനിരത്തിലിറങ്ങിയിട്ട് പൊതുജനങ്ങൾക്കിടയിലുള്ള പ്രചാരണങ്ങളും പ്രബോധന പ്രവർത്തനങ്ങളും ബോധീകരണങ്ങളുമാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ബഹളമയമായ സംഘടനാ പ്രവർത്തനം അവരിൽ നിന്ന് ഒരിക്കലും ഇതുവരെ ഉണ്ടായിട്ടില്ല. ആ സംസ്ഥാന ജംഇയ്യത്തുൽ ഉലമ പുറത്തു നിന്നുകൊണ്ടാണ് കാര്യങ്ങൾ വീക്ഷിക്കുന്നത്, പുറത്തു നിന്നുകൊണ്ടാണ് പഠിക്കുന്നത്. നമ്മുടെ ജില്ലയിലെ കൊണ്ടോട്ടിയുടെ പരിസരത്ത് ഇന്നും 3 പള്ളികൾ പൂട്ടിക്കിടക്കുക തന്നെയാണ്. പള്ളിക്കൽ ബസാർ തുറന്നിട്ട് വീണ്ടും ഇപ്പം 3 പള്ളികൾ പൂട്ടിക്കിടക്കുക തന്നെയാണ് കൊണ്ടോട്ടിയുടെ പരിസരത്ത്. അന്വേഷിച്ചു നോക്കുക. ഈ KAP പ്രശ്നം തന്നെയാണ്. എന്താ പ്രശ്നം? മഹല്ല് ഭരണസമിതികളിൽ കൂട്ടായി ഭരിച്ചിരുന്നത് പോകുന്നതോ അല്ലെങ്കിൽ മറ്റൊരു കൂട്ടരുടെ കൈക്കലേക്ക് വരുന്നതോ അത് അവിടെ ചെന്ന് ചോദിക്കുക. എന്തായിരുന്നാലും ഒന്ന് നമുക്ക് മനസ്സിലാക്കാം, പൊതുമഹല്ലുകൾ പൊതുവായി നടത്തേണ്ട ശൈലിയിൽ അത് നിയന്ത്രിക്കുന്ന ആളുകൾ നടത്താത്തതു തന്നെയാണ് കുഴപ്പത്തിന്റെ കാരണം. പൊതുമഹല്ലുകൾ നടത്തുന്നത് ആരാണ്? ഒന്ന് കേരള സംസ്ഥാന ജംഇയ്യത്തുൽ ഉലമക്കാര്, മറ്റേത് EK സമസ്തക്കാർ. ഞങ്ങൾക്കും അങ്ങനെ തന്നെയാണ്. സെപ്പറേറ്റ് മഹല്ലുകളില്ല. ഒറ്റയ്ക്ക് പള്ളി ഉണ്ടാക്കിയിട്ടൊരു മഹല്ലുണ്ടാക്കാൻ ഞങ്ങൾ ശ്രമിച്ചിട്ടില്ല. ഉള്ളയിടത്ത് ഞങ്ങൾ പ്രവർത്തിക്കുന്നതൊക്കെയും പൊതുജനങ്ങളുടെ മഹല്ല് പള്ളികളിലാണ്, ആ നാട്ടുകാരുടെ പള്ളികളിലാണ്. ഞങ്ങളുടെ പള്ളികൾ സംസ്ഥാന പള്ളി എന്ന പേരിൽ എവിടെയും അറിയപ്പെടുന്നില്ല. ഏറ്റവും പ്രധാനമായി അഭിവന്ദരായ താജുൽ ഉലമ ബഹുമാനപ്പെട്ട വണ്ടൂരിലെ ഊറും നാദാപുരത്തെ ശംസുൽ ഉലമ കിയ്യന ഊറും ജീവിതത്തിന്റെ ഏതാണ്ട് 10, 40, 50 വർഷക്കാലം ദർസ് നടത്തിക്കൊണ്ട് തന്നെ കഴിഞ്ഞ ആ 2 മഹത്തായ പള്ളികളിലും ബാങ്ക് വിളിക്കുമ്പോൾ ഒരു സ്പീക്കർ ഉപയോഗിക്കാതെ തൊള്ള ബാങ്ക് കൊടുക്കുന്ന ആ പരിശുദ്ധിയോടുകൂടി അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് മഹത്തായ അനുഗ്രഹം കൊണ്ട് ഇന്നും ആ 2 വലിയ പള്ളികൾ ചരിത്രത്തിന്റെ ഭാഗമായി മാധ്യമങ്ങൾക്ക് വരെ അത്ഭുതമായി, നമ്മുടെ ഇംഗ്ലീഷ് പത്രങ്ങളും ഹിന്ദി പത്രങ്ങളും വരെ ഇത് വലിയ വാർത്തയായി നൽകുന്ന ഒരു സംഭവം എല്ലാവർക്കും അറിയാം. ഓരോ റമദാനിലും ഈ 2 പള്ളികളെ കുറിച്ചുമുള്ള വിവരങ്ങൾ പത്രങ്ങളിൽ പല വിധത്തിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ബഹളമയമായ കാലത്ത് ലൗഡ് സ്പീക്കർ ഉപയോഗിച്ചുകൊണ്ട് എല്ലാം നടത്തിക്കൊണ്ട് നാട്ടിൽ ബഹളം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് സാധാരണ 5 നേരത്തെ ബാങ്ക് വിളികൾക്ക് പോലും മൈക്ക് ഉപയോഗിക്കാത്ത പള്ളി എന്ന നിലയിൽ ഈ 2 പള്ളികളും ഏതാനും തലപിടിച്ചു നടക്കുന്നത്, തല ഉയർത്തി നിൽക്കുന്നത് തന്നെ കേരള സംസ്ഥാന ജംഇയ്യത്തുൽ ഉലമ പ്രതിനിധാനം ചെയ്യുന്ന ആശയത്തിന് അല്ലാഹു തആല നൽകുന്ന അനുഗ്രഹമാണ്. ലോകത്താകെ ഈ ഒരു 2 പള്ളി ഉള്ളെങ്കിൽ തന്നെ മഹത്തായ ദീനിന്റെ പാരമ്പര്യം നിലനിർത്തുന്ന 2 പള്ളികളെങ്കിലും മുസ്ലിം ഉമ്മത്തിൻ്റെതായി ലോകത്ത് നിൽക്കുന്നുണ്ടെന്ന് പറയുന്നത് ചെറിയ അനുഭവമാണോ? ചെറിയ അനുഗ്രഹമല്ല, അതൊരു വലിയ അനുഗ്രഹമാണ്, ഒരു വലിയ അനുഭവവുമാണ്. ആ 2 പള്ളികളൊന്ന് നോക്കൂ. അത് കേരള സംസ്ഥാന ജംഇയ്യത്തുൽ ഉലമയുടെ പള്ളി എന്ന് ആരും പറയാറില്ല. വണ്ടൂര് പള്ളിക്കുന്നമല പള്ളി 100-200 പരം വർഷത്തെ പഴക്കമുള്ള പള്ളി. അത് നാട്ടുകാരുടെ പള്ളിയാണ്, നാട്ടുകാരുടെ ഖബർസ്ഥാനാണ്. മുജാഹിദീങ്ങളും ജമാഅത്തുകാരും അടക്കം വണ്ടൂര് നിവാസികളായ ആളുകളൊക്കെയും അവരുടെ മയ്യത്തുകൾ കൊണ്ടുവരുന്നതും നിസ്കരിക്കുന്നതും മറമാടുന്നതും ആ പള്ളിയിലാണ്. അതിൽ നിന്ന് പിരിഞ്ഞ ജുമുഅത്ത് പള്ളികൾ പ്രാദേശികമായി അവിടങ്ങളിലൊക്കെ നിൽക്കുന്നു. അതൊക്കെ ആ പ്രദേശത്തിന്റെ പേരിൽ കാരക്കാപ്പറമ്പിലെ പള്ളി, അങ്ങാടിയിലെ പള്ളി, ടൗണിലെ പള്ളി, അതിനപ്പുറത്തെ പള്ളി എന്നിങ്ങനെ ആ പ്രദേശത്തെ പേരിലേക്ക് ചേർത്തല്ലാതെ സംസ്ഥാന പള്ളി എന്ന് ആരും ആ പള്ളികളെ കുറിച്ച് പറയാറില്ല. നാദാപുരത്തെ പള്ളിയെ കുറിച്ച് സംസ്ഥാന പള്ളി എന്ന് ആരും പറയാറില്ല. വളരെ പെരുമയുള്ള പള്ളിയാണ് നാദാപുരത്തെ പള്ളി, പ്രൗഢിയുള്ള പള്ളിയാണ് നാദാപുരത്തെ പള്ളി. സിനിമാ ഗാനങ്ങളിൽ പോലും പ്രസിദ്ധിയുള്ള പള്ളിയാണ് നാദാപുരത്തെ പള്ളി. ആ നാദാപുരത്തെ പള്ളിയെ നാദാപുരത്തെ പള്ളി എന്നതിലുപരിയായി സംസ്ഥാനയിലേക്ക് ചേർത്ത് ആരും പറയാത്തത് എന്താണ്? നടന്നു വന്ന രീതിക്കപ്പുറമായി, നൂറ്റാണ്ടുകളായി ഇതപരിണതം നടന്നു വന്നിട്ടുള്ള രീതികൾക്കപ്പുറമായി ആ 2 പള്ളികളിലോ ഞങ്ങളുടെ ആളുകൾ ഭരിക്കുന്ന, അല്ലെങ്കിൽ ഞങ്ങളുടെ ആളുകൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ ഞങ്ങളുടെ ആളുകൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന, ഞങ്ങളുടെ ആളുകൾ സ്ഥാനം വഹിക്കുന്ന പള്ളികളിലൊന്നും ഈ തരത്തിലുള്ള സംഘടനാവൽക്കരണം ഇല്ല എന്നത്
പ്രത്യേകം നിങ്ങൾ നോട്ട് ചെയ്യുക, പ്രത്യേകം പരിശോധിച്ച് ഉറപ്പുവരുത്തുക. അവിടെ പഴയ രീതിയിൽ നടന്നു വരുന്നുവെന്ന് മാത്രം. എല്ലാ വിഭാഗം സുന്നികൾക്കും ജുമാക്ക് കൂടാൻ പറ്റുന്ന വിധത്തിൽ എല്ലാ വിഭാഗവും അംഗീകരിക്കുന്ന മുത്തുനബിയുടെ കാലം മുതൽ സ്വഹാബത്തിലൂടെ പരമ്പരാഗതമായി ലഭിച്ചിട്ടുള്ള രീതിയിൽ അവിടെ ഇബാദത്തുകൾ നടന്നു വരുന്നു എന്നത് മാത്രമാണ് നമ്മുടെ മഹല്ലുകളിൽ സംഘടനാ ബന്ധം പറയാനുള്ളൂ. അത് സംഘടനാവൽക്കരണക്ക് അർത്ഥമല്ലല്ലോ. കാരണം ഈ സംഘടനകളൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പുള്ള ശൈലിയല്ലേ സ്പീക്കറില്ലാതെ കുത്തുപോകുന്നുണ്ട്. സ്പീക്കറില്ലാതെ കുത്തുപോകുന്നുണ്ട് എന്ന് പറയുന്നത് സംസ്ഥാനന്റെ ആശയമല്ല. സ്പീക്കറില്ലാതെ കുത്തുപോകുന്നതെന്ന് സംസ്ഥാനം ഉണ്ടായിട്ട് പറഞ്ഞതുമല്ല. 1967 നവംബർ മാസം 24-ാം തീയതി രൂപീകരിച്ച സംഘടനയാണ് കേരള സംസ്ഥാന ജംഇയ്യത്തുൽ ഉലമ. ഈ കേരള സംസ്ഥാന ജംഇയ്യത്തുൽ ഉലമയിൽ ലൗഡ് സ്പീക്കർ ഉപയോഗിച്ചുകൊണ്ട് ഖുത്ബ നിർവഹിക്കാതിരിക്കുക എന്നത് ഇതപര്യന്തം ഈ ലോകത്ത് നടന്നു വന്ന റസൂലുള്ളാഹി തങ്ങൾ മാതൃക കാണിച്ച ജുമുഅകളുടെയും ജമാഅത്തുകളുടെയും ഒക്കെ പാരമ്പര്യമാണ്. ആ യന്ത്രം കൊണ്ടുവരാൻ തുടങ്ങി നമ്മുടെ പള്ളികളിലൊക്കെ വ്യാപകമായത് 67-ൽ 42 വർഷത്തെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ തീരുമാനങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ ബോധ്യമാകുന്ന വിധം അതിന്റെ മുശാവറയുടെ സംഘടനാ തീരുമാനമായി ഒരിക്കൽ പോലും സംഭവിക്കാത്ത ശാഖാപരമായ വിഷയത്തിലെ മസ്അലാപരമായ വിഷയത്തിലെ ജായിസാണ് എന്ന ഹുക്കുമ് കൊടുത്തുകൊണ്ടുള്ള തീരുമാനം, മറ്റേതെങ്കിലും പഞ്ചഹുക്കുമുകളിൽപ്പെട്ട ഹുക്കുമുകൾ കൊടുത്തുകൊണ്ടുള്ള തീരുമാനം ഒരിക്കലും സമസ്തയുടെ 42 വർഷത്തെ മുശാവറ തീരുമാനങ്ങളിൽ കാണുകയില്ല. അതിന് വിരുദ്ധമായി കൊണ്ടാണ് അന്നത്തെ പ്രസിഡന്റ് താജുൽ ഉലമ വണ്ടൂരിലെ മഹാനവറുകളുടെ സമസ്തയുടെ ഒരുപാട് കാലത്തെ മുഖ്യ ഉപദേശകരും മുഖ്യ അവലംബവുമായിരുന്ന ശംസുൽ ഉലമ ഖുതുബി അവറുകളുടെ വെല്ലൂരിലെ ബാഖിയാത്തു സ്വാലിഹാത്തിലെ ബഹുമാനപ്പെട്ട മർഹൂം ഇ.കെ. അബൂബക്കർ മുസ്ലിയാർ അടക്കമുള്ള പണ്ഡിതന്മാർ എല്ലാവരുടെയും ഗുരുവര്യരായ ബഹുമാനപ്പെട്ട താജുൽ ഉലമ ശൈഖുനാ അവറുകളുടെ ഗുരുവര്യരായ അനേകം കേരളീയ വിലമാക്കളുടെ നേരിട്ടോ അല്ലാതെയോ ഗുരുവര്യരായ വെല്ലൂരിലെ പ്രിൻസിപ്പളായിരുന്ന ബാഖിയാത്തിലെ പ്രിൻസിപ്പളായിരുന്ന 4 മദ്ഹബിലെ മുഫ്തിയായിരുന്ന ശൈഖ് ആദം ഹദ്റത്ത് അവറുകളുടെ ഫത്വ, ആ ഫത്വകളൊക്കെ നിലനിൽക്കുന്നതാണ് നൂറ്റാണ്ടുകൾക്ക് മുൻപേയുള്ള പാരമ്പര്യം. ആ ഫത്വകൾക്ക് എതിരായിക്കൊണ്ടാണ് സമസ്ത പാസാക്കുന്നത്. അപ്പൊ ഒരിക്കലും സമസ്തയുടെ പാസാക്കൽ പുതിയതായെന്നല്ലാതെ സ്പീക്കർ ഉപയോഗിക്കാതിരിക്കുന്നത് പുതിയതല്ല, അത് പഴയ നടപടിയാണ്. അത് തുടരുന്നു എന്നതിലപ്പുറം മറ്റൊന്നും സംസ്ഥാനയുടെ പള്ളിയിലില്ല. ഇതിനെ സംഘടനാവൽക്കരണം എന്ന് പറയുന്നെങ്കിൽ അതൊരു സോക്കേട് വേറെ എന്നേ പറയാൻ പറ്റുള്ളൂ. അത് മനസ്സിലാക്കാത്തത് കൊണ്ടുള്ള സോക്കേട് എന്ന് മനസ്സിലാക്കുക, അതിനപ്പുറമൊന്നുമില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം മഹല്ലിലെ ഭരണം മറ്റൊരു കൂട്ടം എവിടെയെങ്കിലും കൊണ്ടുപോയിട്ടൊരു പള്ളി ഉണ്ടാക്കാനൊന്നും തുനിയാതെ മഹല്ലിലുള്ള പള്ളികൾ ആ മഹല്ലിന്റെ പള്ളിയാക്കി ഭരിക്കാനും അത് നടത്തിക്കൊണ്ടുപോകാനും ഞങ്ങളുടെ മാനേജ്മെന്റുകൾക്കും നാട്ടുകാർക്കും ഞങ്ങൾ നിർദ്ദേശം നൽകുന്നു. ഞങ്ങൾ ജോലി ചെയ്യുന്ന മഹല്ലുകളിലും ആ രീതിയിൽ തന്നെയാണ് ഞങ്ങളുടെ പ്രവർത്തകന്മാർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. മറിച്ച് ഈ സമസ്തക്കാർ പൊതുമഹല്ലുകൾ ഭരിക്കുന്നിടത്ത് എന്താണ് ഇപ്പോഴത്തെ രീതി? ആ പൊതുമഹല്ലുകളെല്ലാം സ്വന്തം സംഘടനയ്ക്ക് കീഴിൽ കൊണ്ടുവരുന്നതിന് വേണ്ടി കൊണ്ടുപിടിച്ച ശ്രമം നടത്തുകയാണ് സംഘടന. അതിന് പറ്റുന്ന തരത്തിൽ എന്തെല്ലാം വിരുദുകളും സൂത്രങ്ങളും തീരുമാനങ്ങളും കൊണ്ടുവരാൻ പറ്റുമോ അതൊക്കെ കൊണ്ടുവന്ന് ഏതാണ്ട് അതിന്റെ പാരമ്യത്തിലെത്തി. ഈ പാരമ്യത്തിലെത്തിയതിന്റെ പൊല്ലാപ്പ് നമ്മുടെ മറുപക്ഷത്തുള്ള സമസ്തക്കാർ നേരിട്ട് അനുഭവിക്കാൻ തുടങ്ങി. പൊതുമഹല്ലുകളിൽ നിന്ന് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ അവർക്ക് കിട്ടാതായി. മദ്രസയിൽ പഠിപ്പിക്കാൻ പോലും അവർക്ക് പറ്റാതായി. അവനവന്റെ മദ്രസകളും പാർട്ടിന്റെ മദ്രസകൾ കഴിഞ്ഞാലും പൊതുമദ്രസകളിൽ നിന്നിട്ടാണല്ലോ. കാരണം പൊതുമദ്രസ എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ചിന്തിക്കണോ, 9000-ൽ പരം മദ്രസ, 10,000-ഓളം മദ്രസ എന്ന് പറയുന്നത് ഇപ്പൊ ഉണ്ടായ സമസ്തക്കാരുണ്ടാക്കിയതൊന്നും അല്ലല്ലോ. ഇപ്പൊ ഉണ്ടായ സമസ്തക്കാരുടെ പരിശ്രമം കൊണ്ടുണ്ടായതുമല്ലല്ലോ. 1989 വരെ സമസ്തയുടെ മദ്രസകൾ ഉണ്ടാക്കുന്നതിൽ മറുപക്ഷത്തെ സമസ്തയുടെ നേതാക്കന്മാർക്കും പങ്കില്ലേ? അതിന്റെ നിയന്ത്രണത്തിൽ അവർക്കും പങ്കില്ലേ? AP സമസ്തക്കാർക്ക് 1967 ഏപ്രിൽ 8-ാം തീയതി വരെയുള്ള 42 വർഷത്തെ സമസ്തയുടെ പ്രവർത്തനത്തിൽ 950 മുതൽ ഉണ്ടാക്കപ്പെട്ട എല്ലാ സമസ്തയുടെ വിദ്യാഭ്യാസ ബോർഡിന്റെ പാഠപദ്ധതി നടത്തുന്ന മദ്രസകളുടെയും നിർമ്മാണത്തിലും അതിന്റെ കൊണ്ടുപോക്കിലും അതിലെ പാഠപുസ്തകത്തിന്റെ രചനയിലും അതിന്റെ പരീക്ഷ നടത്തുന്നതിലും അത്തരം കാര്യങ്ങളിലൊക്കെയും പങ്കുള്ളവരല്ലേ സംസ്ഥാനക്കാരും സംസ്ഥാനയുടെ നേതാക്കളും. കേരളത്തിലെ എല്ലാ മദ്രസ രംഗത്തുള്ള ഗുരുവര്യന്മാർക്കും മുഅല്ലിമീങ്ങൾക്കും ഖുർആൻ തജ്വീദ് പ്രകാരം ഓതുന്നതിന് വേണ്ടി പഠിപ്പിച്ചു കൊടുക്കാൻ ഏക കാര്യമാണ് ഉണ്ടായിരുന്നത് ബഹുമാനപ്പെട്ട മൗലാന മർഹൂം AK കുഞ്ഞറുമുട്ടി മുസ്ലിയാർ.
മുഹിരിമായി കൊണ്ട് മിനായിൽ വെച്ച് വഫാത്തായ ബഹുമാനപ്പെട്ട കുഞ്ഞറമൂട്ടി മുസ്ലിയാർ അവിഭക്ത സമസ്തയിലെ മുശാവറ മെമ്പറായിരുന്നു. 925 രൂപീകരിക്കപ്പെട്ട സമസ്തയിൽ അംഗങ്ങളെ ചേർക്കുന്നതിന് വേണ്ടി സ്ഥാപക നേതാവ് മൗലാനൽ മർഹൂം പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ ഓടി നടക്കുന്ന കൂട്ടത്തിൽ ശംസുൽ ഉലമാ ഖുതുബി അവരുടെ വാഴക്കാട് ദർസിൽ പോയിട്ട് പഠിക്കുന്ന മുതിർന്ന വിദ്യാർത്ഥികളെ മുശാവറയിലേക്കും സമസ്തയുടെ അംഗത്വത്തിലേക്കും കൊണ്ടുവരുമ്പോൾ സമസ്തയുടെ അംഗത്വത്തിലേക്ക് കൊണ്ടുവന്ന ഒരു മഹാപണ്ഡിതനാണ് ബഹുമാനപ്പെട്ട കുഞ്ഞറുകുട്ടി മുസ്ലിയാർ അവർകൾ. അന്ന് അതേപോലെ തന്നെ ചേർത്തിട്ടുള്ളവരാണ് റഈസുൽ മുഹഖഖീൻ കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാർ അവർകൾ. അന്ന് അവരോടൊപ്പം ചേർത്തപ്പെട്ടിട്ടുള്ളവരാണ് 19കാരനായ അവരെക്കാൾ ഒരു 5-6 വയസ്സ് കുറവുള്ള മൗലാന ശൈഖുനാ താജുൽ ഉലമാ അവർകൾ. 3 പേരും ശംസുൽ ഉലമാ ഖുതുബി അവരുടെ ദർസിൽ സഹപാഠികളായി പഠിക്കുന്നവരാണ്. മഹല്ലി, ജമുൽ ജവാമി, ബുഖാരി, ബൈളാവി തുടങ്ങിയ കിതാബുകളൊക്കെ ഇവർ 3 പേരും ശരീക്കുമാരായാണ് പഠിക്കുന്നത് ഖുതുബി അവരുടെ ദർസിൽ. അത് പഠിക്കുന്ന ഈ 3 വിദ്യാർത്ഥികളിൽ 2 വിദ്യാർത്ഥികളിൽപ്പെട്ട അന്നത്തെ സമസ്തയുടെ സ്ഥാപകാംഗങ്ങളാണ് പിന്നീട് 967 സമസ്തയുടെ മഹാനേതാക്കളും ഗുരുമഹത്തുക്കളുമായി സമസ്തയിൽ ഉയർന്നു നിന്നത്. ആ 3 അംഗങ്ങൾ മാത്രമേ 967 സമസ്തയിൽ സ്ഥാപക മെമ്പർമാരായുള്ളൂ. സമസ്തയുടെ ജനറൽ സെക്രട്ടറി ബഹുമാനപ്പെട്ട EK അബൂബക്കർ മുസ്ലിയാർ വരെ 950 ശേഷം മാത്രം സമസ്തയിലേക്ക് കടന്നു വന്നവരാണ്. ഇത് എല്ലാവർക്കും അറിയാം. സംഘടനാ ചരിത്രം വായിച്ചു പഠിക്കുന്ന വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കണം. സമസ്തയുടെ സ്ഥാപക നേതാക്കളിൽ മർഹൂം EK അബൂബക്കർ മുസ്ലിയാർ അവർ കടന്നു വരുന്നില്ല. 950കൾക്ക് ശേഷം മാത്രമാണ് അദ്ദേഹം സമസ്തയിലേക്ക് കടന്നു വരുന്നത്. ഈ 50കൾക്ക് ശേഷം മാത്രം വരുന്ന അദ്ദേഹത്തിന്റെ മുൻപേ 25 വർഷം സമസ്തക്ക് വേണ്ടി യത്നിച്ചവരിൽപ്പെട്ടവരാണ് മൗലാനൽ മർഹൂം AK കുഞ്ഞറമുട്ടി മുസ്ലിയാർ. ആ കുഞ്ഞറമുട്ടി മുസ്ലിയാരാണ് സമസ്തയുടെ ഖാരി മുഅല്ലിമീങ്ങൾക്ക് ഖിറാഅത്ത് പഠിപ്പിക്കുന്ന ആൾ. സമസ്തയുടെ ഔദ്യോഗിക ഖാരിയായി പിന്നീട് നിയമിക്കപ്പെട്ട കൊടുവള്ളിയിലെ ഖാരി ബഹുമാനപ്പെട്ട KB അബ്ദുറഹ്മാൻ മുസ്ലിയാർ. അദ്ദേഹം ബഹുമാനപ്പെട്ട കുഞ്ഞറമുട്ടി മുസ്ലിയാർ അവരുടെ ശിഷ്യനാണ്. അദ്ദേഹത്തിന്റെ ശിഷ്യനാണ് മർഹൂം ഖാരി ഹസൻ മുസ്ലിയാർ. അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരാണ് അദ്ദേഹത്തിന്റെ അനുജ സഹോദരൻ അബ്ദുറഹ്മാൻ മുസ്ലിയാർ. ശേഷം വന്ന സമസ്തയുടെ ഖാരിഈങ്ങളെല്ലാം തജ്വീദിന്റെയും ഖിറാഅത്തിന്റെയും മേന്മേൽ കടപ്പെട്ടിരിക്കുന്നത് സമസ്തയുടെ ഏക ഖാരിയായിരുന്ന കുഞ്ഞറമുട്ടി മുസ്ലിയാരോടാണ്. ആ കുഞ്ഞറമുട്ടി മുസ്ലിയാർക്ക് ഈ 10,000 മദ്രസകളിൽ 67 വരെയുള്ള മദ്രസകളിലെല്ലാം പങ്കില്ലേ ഉണ്ട്. അപ്പൊ സമസ്തയുടെ ഇന്നത്തെ കുട്ടികൾ പറയുന്ന കേട്ടാല് ഓലുണ്ടാക്കിയതായി 10,000 മദ്രസ. MP-ക്കാർക്ക് ഇപ്പോൾ കുറച്ച് കിട്ടിയിട്ടുള്ളൂ, സംസ്ഥാനക്കാർക്കാണെങ്കിൽ ഒട്ടുമില്ല. ആ മദ്രസകളുടെ അപ്പുറം 10,000 മദ്രസ ഞങ്ങൾ ഉണ്ടാക്കിയതാണ്. SKSSFിന്റെ കുട്ടികൾ ഓലുണ്ടാക്കിയതാണ്. ഓലി മദ്രസയിൽ പഠിച്ചേക്കുന്നല്ലാതെ ഏതോ കാലത്തെ രൂപം കൊണ്ട സമസ്തയുടെ സിലബസ് അനുസരിച്ച് മദ്രസയിൽ പഠിച്ചിരിക്കുമെന്നല്ലാതെ സമസ്തയുടെ മദ്രസയ്ക്ക് വേണ്ടി അവരെന്ത് ചെയ്തു? അക്കുട്ടികളുടെ ഒപ്പ് കിട്ടിയിട്ട് വേണം അവരെ പഠിച്ച ഗുരുവര്യന്മാർക്കും അവരുടെ ഗുരുവര്യന്മാർക്കും സമസ്തയുടെ മുഅല്ലിം എന്ന പേരിലുള്ള സർവീസ് രജിസ്റ്റർ കൊടുക്കണമെങ്കിൽ, MSR കൊടുക്കണമെങ്കിൽ എന്ന് പറയുന്നത് അക്രമപരമായ ഒരു തീരുമാനമല്ലേ? ക്രമമല്ലല്ലോ അത്, രീതിയല്ലല്ലോ അത്. പറയുകയാണെങ്കിൽ പറയേണ്ടത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ അംഗീകാരം വേണം. സുന്നി യുവജനസന്റെ അംഗീകാരം എന്ന് പറഞ്ഞാൽ പിന്നെ ശ്രദ്ധിക്കുക, ബഹുജന സംഘടനയാണ്. വിദ്യാർത്ഥി സംഘടന മാത്രമായ SKSSFിന്റെ അംഗീകാരം വേണമെന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താണ്? ഇത് സംഘടനാവൽക്കരണം എവിടെ എത്തി എന്നാ സൂചിപ്പിക്കുന്നത്? എവിടെ എത്താല്ല, സമസ്തക്ക് എത്തിപ്പെട്ടിരിക്കുന്ന ദുരിതത്തിന്റെ പ്രകാശനം മാത്രമാണിത്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഇപ്പൊ എത്തിപ്പെട്ടിരിക്കുന്ന ദുരിതം അവരുടെ എന്തു തീരുമാനങ്ങൾക്കും SKSSFിന്റെ പിന്തുണയുണ്ടെങ്കിൽ മാത്രമേ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്ക് തീരുമാനം നടപ്പാക്കാൻ കഴിയൂ. അവരുടെ പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കണമോ, സെക്രട്ടറിയെ തിരഞ്ഞെടുക്കണമോ, ഔദ്യോഗിക ഭാരവാഹികളെ തിരഞ്ഞെടുക്കണമെന്നോ, ഓഫീസിൽ ആളെ നിയമിക്കണമോ, അതിന്റെ കാര്യങ്ങളടക്കം പത്രത്തിന്റെ പ്രവർത്തനങ്ങൾ അടക്കം SKSSFിനെ അവഗണിച്ചുകൊണ്ടോ അവരെ അതൃപ്തിപ്പെടുത്തിക്കൊണ്ടോ മുന്നോട്ട് കൊണ്ടുപോകാൻ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്ക് സാധ്യമാകാതെ വന്നിരിക്കുന്നു. തന്നെ കെട്ടാൻ വെള്ളി താൻ തന്നെ വലിച്ചിട്ടു എന്ന് പറയുന്നൊരു ഉദാഹരണം സാധാരണമാണ്. ഈ വിധം സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഉണ്ടാക്കിയ ഒരു വിന മാത്രമാണിത്. SSF എന്ന സംഘടന സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ അംഗീകരിച്ചത് അതിന്റെ സിൽവർ ജൂബിലി ആഘോഷിക്കുന്ന വേളയിൽ പോലും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ SSFിനെ അംഗീകരിച്ചിട്ടില്ല. പണ്ഡിതാംഗീകാരം SSFിന് കിട്ടിയിട്ടില്ല.
പട്ടിക്കാട് ജാമിയ നൂരിയയിൽ രൂപം കൊണ്ടതല്ലേ SSF? ആ SSF അംഗീകാരം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല സമസ്തയുടെ. SKSSF അതിന് ബദലായി രൂപീകരിക്കുന്നത് തന്നെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ നേതാക്കൾ മുന്നിട്ടിറങ്ങിയാണ്. അങ്ങനെ കീഴ്ഘടകമായിക്കൊണ്ടാണ് അത് വരുന്നത് തന്നെ. ആവശ്യമായിരുന്നു, ഞങ്ങളത് എതിർക്കുന്നില്ല. കാരണം SSF എന്ന 25 വർഷത്തിലപ്പുറമായി ചടുലതയോടുകൂടെ പ്രവർത്തിക്കുന്നു എന്ന് അവർ തന്നെ അവകാശപ്പെട്ടിരുന്ന ആ സംഘം മറുപക്ഷത്ത് AP വിഭാഗം സ്വന്തമാക്കിയപ്പോൾ 950-കൾ മുതൽ പ്രവർത്തിച്ചു വരുന്ന SYS-ഉം ആ SYS-ന്റെ സ്വന്തം പത്രവും അതിൻ്റെ സംവിധാനങ്ങളും എല്ലാം AP സമസ്തക്കാർ കൈയടക്കിയപ്പോൾ, അതിൻ്റെ ഭാരവാഹികൾ അംഗീകരിക്കുന്നത് വരെയും AP സമസ്തക്കാരുടെ കയ്യിലായപ്പോൾ, ബാക്കി പിന്നീട് നമ്മുടെ EK സമസ്തക്കാർക്കുള്ളത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന ആ പേരും മാത്രമേ ഉള്ളൂ. വിദ്യാഭ്യാസ ബോർഡ് എന്ന ആ 10,000 മദ്രസകളുടെ നിലപാട് അത് കയ്യിൽ ഇങ്ങനെ ഇരിക്കുന്നത് കൊണ്ട് ഇങ്ങനെ പോരുന്നു. നടത്തിപ്പോന്ന EK വിഭാഗം സമസ്തക്കാർ അവർക്ക് കുട്ടികളെ പ്രവർത്തിച്ചുകൊണ്ട് മാത്രം SKSSF-നെതിരെ പ്രവർത്തിക്കാൻ SKSSF രൂപീകരിച്ചു. ശരിയാണ്, പണ്ഡിതന്മാർ രൂപീകരിച്ച് പ്രവർത്തിക്കുമ്പോൾ പണ്ഡിതന്മാരുടെ കീഴിൽ അച്ചടക്കം കൊടുത്തുകൊണ്ട് പഠിപ്പിക്കണമല്ലോ. പണ്ഡിതന്മാരുടെ കീഴിൽ നിന്നുകൊണ്ട് വേണ്ടേ വിദ്യാർത്ഥികൾ നടക്കാൻ? വിദ്യാർത്ഥികളെ അങ്ങനെ അയച്ചുവിടാൻ പാടില്ലല്ലോ. പക്ഷേ SKSF-നെ ഒന്നിച്ച് അഴിച്ചു വിട്ടപ്പോൾ രാഷ്ട്രീയ പാർട്ടികളെ നിയന്ത്രിക്കാൻ വരെ SKSF മുന്നോട്ട് ധൈര്യം കാട്ടുന്നു. തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗ് നിർത്തുന്ന സ്ഥാനാർത്ഥികൾ ആരായിരിക്കണമെന്ന് തീരുമാനിക്കുന്നിടത്ത് സമസ്തയുടെ വിദ്യാർത്ഥി വിഭാഗം പങ്കെടുക്കുന്നു. ലീഗ് നിശ്ചയിച്ചിട്ടുള്ള സ്ഥാനാർത്ഥികൾക്കെതിരെ SKSSF-കാരും അതിന്റെ നേതാക്കളും മത്സരിപ്പിക്കാനും എതിരാളികളെ സഹായിക്കാനും മെനക്കെടുന്നു. എന്തിന്റെ പേരിൽ? ഞങ്ങളെ അംഗീകരിച്ചില്ല എന്നതിന്റെ പേരിൽ. വാസ്തവത്തിൽ SKSSF-ന്റെ കർമ്മമേഖലയല്ലല്ലോ അത്. അങ്ങനെ ആയിരുന്നെങ്കിൽ മുസ്ലിം ലീഗ് അവരെ പിന്തുണക്കുമായിരുന്നില്ലല്ലോ. മുസ്ലിം ലീഗ് അവരെ പിന്തുണക്കുമായിരുന്നില്ല. മുസ്ലിം ലീഗിനെ പിന്തുണച്ചിട്ടില്ലെങ്കിൽ EK സമസ്തക്കാർക്ക് ഒരിക്കലും പിടിച്ചു നിൽക്കാൻ കഴിയുകയും ചെയ്യുമായിരുന്നില്ല. ഇതെല്ലാവർക്കും അറിയുന്ന വസ്തുതയാണ്. ഞാനതൊക്കെ പരത്തി പറയുകയല്ല. അറിയുന്ന വസ്തുത നമ്മൾ മറച്ചു വെച്ചിട്ട് കാര്യമൊന്നുമില്ലല്ലോ. എല്ലാവർക്കും പൊതുവായി അറിയുന്ന കാര്യങ്ങൾ ഇത് സ്വന്തം ഓർക്കാൻ വേണ്ടി ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. മിതമായ രീതിയിൽ സംഗതികൾ പറയുമ്പോൾ അത് പ്രകോപനപരമായി മാറ്റിയിട്ട് ഏതെങ്കിലും തരത്തിൽ ഏതെങ്കിലും വഴിയിലേക്ക് തിരിച്ചുവിടാൻ ശ്രമിക്കാതെ ഇതിൽ കാര്യമുണ്ടോ എന്ന് ചിന്തിക്കുകയാണ് മറുപക്ഷത്തുള്ള ആളുകൾ ചിന്തിക്കേണ്ടത്. സമസ്തയുടെ ഉത്തരവാദപ്പെട്ട ഒരു നേതാവിനെ തിരഞ്ഞെടുക്കാൻ നിൽക്കുമ്പോൾ സമസ്തക്ക് പേടിയപ്പോൾ ഞാൻ അവർക്ക് പറയാൻ മടിയുള്ളത് ഞാനോട് പറയുന്നത് സമസ്തക്ക് പേടിയാ. ഓർക്ക് പറയാൻ മടിയേക്കാറല്ലോ. ഓർക്ക് ഞങ്ങൾക്ക് പേടിയാന്ന് പറയാൻ കഴിയുമോ? ഞങ്ങൾക്ക് പേടിയൊന്നുമില്ല എന്ന് ചിലപ്പോൾ പറഞ്ഞുകൂടായില്ല. സംഗതി ശരിയാണ്. പക്ഷേ വസ്തുത അതാണ്. അവർക്ക് ഹിതകരമായ ആളെ കിട്ടിയാലേ അവർ കൊണ്ടാടുള്ളൂ. അല്ലെങ്കിൽ സമസ്തയുടെ ഉത്തരവാദപ്പെട്ട നേതാക്കളെ ഒരു മൂലകിരുത്തും. ഇതാണ് SKSSF. ഈ വിധത്തിൽ SKSSF-നെ പരിശീലിപ്പിച്ചത് വിനയാവുകയാണ്. ആ വിന ശ്രദ്ധിക്കാതെ പറ്റില്ല മഹല്ലുകാർ, അല്ലെങ്കിൽ മഹല്ലു കുളമാകും. ഇതാണ് ഞങ്ങൾ അറിയിക്കുന്നത്. മഹല്ലുകൾ എന്ന് പറയുന്നത് SKSSF സമസ്തനെ പൊളിച്ചാലും സുന്നി വനസംഘത്തെ പൊളിച്ചാലും അത് ആ സംഘടനയ്ക്ക് മാത്രം ബാധകമാകുന്ന വിഷയമാണ്. പക്ഷേ പൊളിയരുതേ. 10,000-ഓളം മദ്രസകൾ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മഹത്തായ സംവിധാനമെന്ന ഈ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ അനുഗ്രഹീതമായ സംഭാവനകളെ എമ്പാടും പ്രകീർത്തിച്ചും അതിനോട് കൃതജ്ഞത പുലർത്തിയും അതിനോട് കൂറ് പുലർത്തിയും മാത്രം പ്രവർത്തിക്കുന്ന സംഘമാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പിന്നിൽ നിന്ന് പോന്നിട്ടുണ്ടെങ്കിലും കേരള സംസ്ഥാന ജംഇയ്യത്തുൽ ഉലമ. കാരണം ആ സംവിധാനത്തിൽ ഞങ്ങളുടെ നേതാക്കൾ വഹിച്ച അത്ര പങ്ക് ഇന്നത്തെ സമസ്തയുടെ നേതാക്കൾ വഹിച്ചിട്ടില്ല. ഞങ്ങളുടെ നേരെ ഗുരുവര്യരായ മഹാനായ താജുൽ ഉലമ അവർകളാണല്ലോ സമസ്തയുടെ സ്ഥാപക നേതാവായിട്ടുണ്ടായിരുന്നത്. ബഹുമാനപ്പെട്ട മൗലാന മർഹൂം കുഞ്ഞറമുട്ടി മുസ്ലിയാരുമാണല്ലോ സമസ്തയുടെ സ്ഥാപക നേതാക്കളായിട്ടുണ്ടായിരുന്നത്. റയീസുൽ മുഹഖഖീൻ കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാർ അവർകൾ അവരുടെ സഹപാഠിയാണെങ്കിലും സംഘടനാ രംഗത്തിൽ നിന്നും പൊതുരംഗത്തിൽ നിന്നും ആ ലെവലിൽ നിന്നൊക്കെ മാറിയിട്ടുള്ള ഒരവസ്ഥയായിരുന്നു അദ്ദേഹത്തിനെന്ന് എല്ലാവർക്കും അറിയാം. ഒരു സമ്മേളനത്തിൽ കൊണ്ടുവന്നാൽ എന്ത് പറയണം, എന്താ ഞാൻ പറയേണ്ടിയെന്ന് മൈക്കിൽ തന്നെ ഉറക്കെ ചോദിക്കുന്ന അദ്ദേഹത്തെ, അത് അദ്ദേഹത്തിൻ്റെ ഒരു ശൈലിയാണ്. ആ ശൈലി സംഘടനാ പ്രവർത്തനത്തിന് പറ്റുന്ന ശൈലിയല്ലെന്ന് നിങ്ങൾക്കറിയാം. കോളേജിലെ ഭരണത്തിന് പോലും പറ്റാത്തത് കൊണ്ടല്ലേ കുറഞ്ഞ കാലം മാത്രം പട്ടിക്കാട് ജാമിയ നൂരിയയിൽ നിൽക്കുന്ന മഹാനവറുകൾക്ക് പിന്നീടൊന്ന് പോരേണ്ടി വന്നത്.
ഇതൊക്കെ അദ്ദേഹം തന്നെ പങ്കുവെക്കുന്നതാണ്. അദ്ദേഹം ജീവിതകാലത്ത് അദ്ദേഹം നടത്തിയ അഭിമുഖം നുസ്രത്തുൽ അനാം മാസികയിൽ ബഹുമാനപ്പെട്ട താജുൽ ഉലമാ ശൈഖുന അവർ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അത് പരിശോധിച്ചാൽ ഇതറിയാം. ആ കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാരെ മാറ്റി നിർത്തിയാൽ സ്ഥാപകാംഗങ്ങൾ 2 പേരും കേരള സംസ്ഥാന ജമിയത്തുൽ ഉലമയുടെ സ്ഥാപക നേതാക്കളാണ്. 40-42 വർഷക്കാലം സമസ്തക്ക് വേണ്ടി യത്നിച്ചിട്ടുള്ള, അതിൻ്റെ തുടക്കം മുതൽ 42 വർഷക്കാലം എന്ന് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ യൗവനത്തിലെ ആ ഭാഗം 40 വർഷക്കാലം എത്ര പ്രധാനമാണ്. ആ പ്രധാനപ്പെട്ട ഭാഗം മുഴുവൻ സമസ്തക്ക് വേണ്ടി അക്ഷീണം യത്നിച്ചിട്ടുള്ള ആ മഹാത്മാക്കളോടുള്ള കടമ, അവർ പടുത്തുയർത്തിയിട്ടുള്ള പ്രസ്ഥാനത്തോട് ഞങ്ങൾക്കുള്ള കൂറിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണമാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് സമസ്ത തകരരുത്. അത് തകരാതിരിക്കാൻ തന്നെയാണ് പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഗുണകാംക്ഷയോടുകൂടെ ഞങ്ങൾ പറയുന്നത്. ചിലപ്പോൾ പറഞ്ഞത് കേട്ടില്ലെങ്കിൽ ആ കേൾക്കാത്തത് കുറച്ച് ഉറക്കെ പറയുമെന്നേ ഉള്ളൂ. ഉറക്കെ പറഞ്ഞും കേട്ടിട്ടില്ലെങ്കിൽ കുറച്ച് പരത്തി പറഞ്ഞും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞാകുന്നേ ഉള്ളൂ. കുറേ അധികം അവർ കേൾക്കാറുമുണ്ട്. അവരുടെ പാഠപുസ്തകങ്ങൾ മദ്രസയ്ക്ക് വേണ്ടി തയ്യാർ ചെയ്തത് 2ാം ക്ലാസ് മുതൽക്ക് 10ാം ക്ലാസ് വരെയുള്ള അവരുടെ പാഠബുക്കുകൾ പോസ്റ്റ്മോർട്ടം ചെയ്തുകൊണ്ട് അതിലെ തെറ്റുകൾ നുസ്രത്തുൽ അനാം മാസികയിൽ ഞങ്ങൾ പ്രസിദ്ധീകരിച്ചിരുന്നത് പണിയെടുക്കേണ്ടി വന്നിട്ടുണ്ടല്ലോ. ഓലെ തെറ്റ് പരിശോധിക്കുക. പക്ഷെ ഓലെന്താ ചെയ്തതെന്നറിയോ? അവർ നുസ്രത്തിൽ കൊടുത്ത എല്ലാം തിരുത്തി സുഖമായിട്ട് നടത്തി, നല്ല തന്നെ. പക്ഷെ ആ തിരുത്തുമ്പോൾ നമ്മളോലൊരു പണിട്ടുണ്ടാക്കി കൂട്ടുകയാണ്. പിന്നെ ഓലെ ബുക്കുകൾ പരിശോധിച്ചിട്ട് തിരുത്തി കൊടുക്കേണ്ട കൂട്ടരായതുകൊണ്ട് പിന്നെ ആ പണിക്ക് നിന്നിട്ടില്ലെങ്കിലും വല്ലതുണ്ടാവുമ്പോൾ നമ്മുടെ നുസ്രത്തുൽ അനാമിൻ്റെ ചോദ്യോത്തര ഭക്തിയിലേക്ക് ആരെങ്കിലും വിഷയം ചോദിച്ചാൽ ഇപ്പോഴും അത് കൈകാര്യം ചെയ്യാറുണ്ട്. പിന്നെ പ്രസിദ്ധീകരിക്കുമ്പോൾ തിരുത്താറുണ്ട്. ഇതൊക്കെ നമ്മൾ തമ്മിൽ മാത്രം അറിയുന്ന വിഷയങ്ങളാണ്. ഞങ്ങൾ ആരും പറയാറില്ല, കൂട്ടിപ്പാടാറുമില്ല. എല്ലാവർക്കും ഒരേ വായിക്കുന്നവർക്കും ഒക്കെ അറിയാം. ഇത് തിരുത്തൽ ശക്തിയായി നിൽക്കുക, നല്ല നിലയിലേക്ക് സമസ്തയെ കൊണ്ടുവരിക എന്ന ഗുണകാംക്ഷയുടെ ഭാഗമായി നടക്കുന്നതാണ്. ഇത് പുറത്ത് പിന്നെ എന്തിനാ പറയുന്നതെന്ന് വെച്ചാൽ പറയേണ്ടി വരികയാണല്ലോ. ഞങ്ങളെ സമസ്തയുടെ ശത്രുക്കളാക്കി നിർത്തുകയാണ്, സമസ്തയുടെ വിരോധികളാക്കി മുദ്രയടിക്കുകയാണ്, സമസ്ത പൊളിക്കാനാക്കി നടക്കുന്നവരാക്കി നിർത്തുകയാണ്, സമസ്തയിൽ ചേരാത്തതിൻ്റെ പേരിലും സമസ്തയുടെ നേതൃത്വം കിട്ടാത്തതിൻ്റെ പേരിലും പ്രയാസമുള്ളവരാക്കുകയാണ്. അതിനിപ്പോൾ ഇത്ര വല്ല നയിപ്പുണ്ടോ? എല്ലാവരും പോകണമാതിരി സമസ്തയ്ക്ക് ഞങ്ങൾ കൊണ്ട് ചെന്നാൽ പോരെ, പണ്ടേ പോയാൽ പോരെ. ഇനിയിപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ രാജ്യച്ചക്കൾ പോയാൽ പോരെ. അതായിരുന്നു മോഹം എന്ന് വെച്ചാൽ ഈ ആളില്ലാത്ത കൂട്ടത്തിൽ പോകത്തിക്കാൻ നിർക്കുക. ഞങ്ങളൊക്കെ വളരുന്ന തന്നെ രീതിയിലാണ്. ഞങ്ങൾ വളരുമ്പോഴേ ഞങ്ങളുടെ സംഘത്തിൻ്റെ രീതി ഇതാണ്. ഇപ്പം അള്ളാൻ്റെ മഹത്തായ ഫضل കൊണ്ടൊരു ക്യാമ്പയിൻ തീരുമാനിച്ചാൽ ആ ക്യാമ്പയിന് കേരളത്തിൽ ഉടനെയും നടത്താൻ സ്റ്റേജ് ഉണ്ടാക്കാനുള്ള ആൾക്കാരെങ്കിലും ഞങ്ങൾക്കുണ്ടല്ലോ. എല്ലായിടത്തും കൂടി പറയാൻ നടക്കുന്ന ചെറുപ്പക്കാരും ഞങ്ങൾക്കുണ്ടല്ലോ. പിന്നെന്തിനാ ഞങ്ങൾ പ്രയാസപ്പെടുന്നത്? പ്രയാസപ്പെട്ട ഒരു കാര്യമല്ല. അപ്പം അതൊക്കെ വെറും വാക്കുകളാണ്. കേരള സംസ്ഥാന ജമിയത്തുൽ ഉലമയെ സംബന്ധിച്ചിടത്തോളം സമസ്ത നല്ല നിലത്തിൽ നിൽക്കണം. ആ മഹത്തായ സംവിധാനം ഇവിടെ തകരരുത്. പക്ഷേ സംഘടനയുടെ ഗുണത്തിന് വേണ്ടിയിട്ട് പൊതു മഹല്ലുകളും മുസ്ലിം മഹല്ലുകളും നാട്ടിലെ പള്ളികളും മദ്രസകളും എല്ലാം കലഹത്തിൻ്റെ വേദിയാവുക, കൂട്ടിയിടപ്പെടുക എന്നത് വേദനാജനകമാണ്. ഇത് പറഞ്ഞിട്ട് മനസ്സിലാകുന്നില്ല, എഴുതിയിട്ട് മനസ്സിലാകുന്നില്ല, പത്രാധിപത്തിൽ ചൂണ്ടിക്കാട്ടിയിട്ട് മനസ്സിലാകുന്നില്ല, വ്യംഗ്യമായി മനസ്സിലാക്കി കൊടുത്തിട്ട് മനസ്സിലാകുന്നില്ല. മനസ്സിലാകായികയല്ല, മറ്റാരും ഇതിൽ കടക്കണ്ട, ഇത് ഞങ്ങളുടെ കാര്യം എന്ന മനോഭാവത്തിലാണ് അവർ പ്രവർത്തിച്ചു വരുന്നത്. അപ്പോൾ ജനങ്ങൾക്കിടയിലേക്ക് ഞങ്ങൾക്ക് ഇറങ്ങേണ്ടി വന്നു, ജനങ്ങളെ ബോധീകരിക്കാൻ, ജനങ്ങളുടെ മുമ്പിൽ വിഷയമിടാൻ. ഈ വിഷയം നിങ്ങൾ ശ്രദ്ധിക്കുക. SKSSF-ൻ്റെയും സംഘടനാ പ്രവർത്തകരാവുകയും തന്നെ വേണം മഹല്ലുകൾ. മഹല്ലുകളുടെ ഒക്കെ ഭരണഘടനകൾ രജിസ്റ്റർ ചെയ്യുന്നിടത്ത് സൂത്രമുള്ള വാക്യങ്ങൾ തന്നെ എഴുതി ചേർക്കുകയാണ്. പണ്ടത്തെ സൊസൈറ്റീസ് ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്തിട്ടുള്ള എല്ലാ മഹല്ലുകളുടെ ഭരണഘടനയിലും മുജാഹിദ് വിഭാഗം സംഘടനകളുമായി വന്ന ശേഷം സംഘടനകൾ വ്യാജമായി രജിസ്റ്റർ ചെയ്തുകൊണ്ടാണല്ലോ കേരള ജമിയത്തുൽ ഉലമ എന്ന് പറയുന്ന സംഘം തന്നെ അവർ രജിസ്റ്റർ ചെയ്തത്. അതുകൊണ്ട് ആ സംഘം രജിസ്റ്റർ ചെയ്ത അനുഭവം, ദുരനുഭവം മറ്റുള്ളവർക്ക് ഇല്ലാതിരിക്കാൻ പള്ളികളൊക്കെ രജിസ്റ്റർ ചെയ്യുമ്പോൾ അതിൻ്റെ അവസാനത്തിൽ കുഴപ്പം വരുമ്പോൾ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ നിർദ്ദേശങ്ങൾക്കും തീരുമാനങ്ങൾക്കും അനുസരിച്ചുകൊണ്ട് തീർപ്പ് കൽപ്പിക്കേണ്ടതാണ്, പരിഹാരം കാണേണ്ടതാണ് എന്നെഴുതും. ചിലപ്പോൾ ഈ മഹല്ല് കമ്മിറ്റികളുടെ ഭരണം അവസാനിക്കുമ്പോൾ സമസ്ത കേരള ജമിയത്തുൽ ഉലമയിലേക്ക് ഇതിൻ്റെ ഭരണം നീങ്ങേണ്ടതാണ്. അതും കഴിഞ്ഞിട്ടില്ലെങ്കിൽ സർക്കാരിലേക്ക് ലയിക്കേണ്ടതാണ് എന്നും കാണും. അതിന് സർക്കാർ വരിക കുറച്ച് കഴിഞ്ഞാൽ വരുമല്ലോ, നമ്മൾ വിട്ടാതെ വരും. കാരണം സൊസൈറ്റീസ് ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്യുമ്പോൾ ഇത് എഴുതാതിരിക്കാൻ പറ്റില്ല.
ആരാണ് നടത്തേണ്ടത്, ആ കമ്മിറ്റി പൊളിഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടത്, അവസാനം സർക്കാരിലേക്ക് ലയിക്കും അതിൻ്റെ സ്വത്തുക്കളൊക്കെ എന്ന് എഴുതാതെ ഒരൊറ്റ ഭരണഘടനയും രജിസ്റ്റർ ചെയ്യൂല സൊസൈറ്റീസ് ആക്ട് പ്രകാരം. അതുകൊണ്ട് ആ രജിസ്റ്ററിന്റെ വാക്യം ചേർക്കുന്ന കൂട്ടത്തിൽ നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ മഹല്ലിലെ കമ്മിറ്റി ഒഴിവായാൽ സമസ്ത ഭരിക്കേണ്ടതാണ് എന്ന് എഴുതും. അല്ലെങ്കിൽ സമസ്ത മുഷാവറ ചെയ്യുന്ന ഒരാൾ ഇതിന്റെ നേതൃത്വത്തിൽ വേണമെന്ന്. ഇതൊക്കെ മഹല്ലിന്റെ സംരക്ഷണത്തിനാണ്. അത് തന്നെ നാട്ടിലെ അംഗങ്ങളോ ജനങ്ങളോ അറിഞ്ഞിട്ട് നടത്തുന്നതല്ല. ഭരണസമിതിക്കാർ തന്നെ ബോധത്തോടുകൂടി എഴുതുന്നതുമല്ല. ഏതെങ്കിലും അഡ്വക്കേറ്റുമാരോ അല്ലെങ്കിൽ സമസ്തന്റെ മൂല്യന്മാരോ അല്ലെങ്കിൽ പള്ളിക്കലെ കാദ്യന്മാരോ അവർ പറഞ്ഞു കൊടുത്തുകൊണ്ട് എഴുതിക്കുന്നതാണ്. ഇതെല്ലാവർക്കും അറിയാലോ, നാട്ടുകാരറിഞ്ഞുകൊണ്ടല്ലേ. ഇതിന്റെ ബലത്തിൽ പിടിച്ച് ഇതിന്റെ ചുളുവിൽ മഹല്ലുകൾ എഴുതി വെച്ചതുകൊണ്ട് ഇത് സമസ്തന്റെ മഹല്ലാണ്. ഇവിടുത്തെ മദ്രസ സമസ്ത അംഗീകരിച്ച പാഠബുക്ക് പഠിപ്പിക്കുന്നത് കൊണ്ട് ഇത് സമസ്തയുടെ മദ്രസയാണ്. ഈ പറയുന്ന ശൈലി വ്യാപകമായിരിക്കുകയാണ്. അതാണ് നേരത്തെ പറഞ്ഞത്, പള്ളി പാത്താൻ ചെല്ലുമ്പോൾ എന്ന് പറഞ്ഞ് പള്ളി പാത്താൻ ചെല്ലുമ്പോൾ വേറൊരു അനുഭവം ഉണ്ട്. ഏത് പള്ളി പാത്താൻ ചെന്നാലും നമ്മളെല്ലാ ആൾക്കാരും ശ്രദ്ധിക്കുന്ന ഈ ധാരപള്ളിയാണ്. ധാരപള്ളിയാണ് അവിടെ നോക്കിയാൽ കാണാം. പള്ളിക്ക് തന്നെ കൊടി കെട്ടിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ പള്ളിക്ക് തന്നെ ഒരു ബോർഡ് ഉണ്ടാവും. അത് ഒരു സംഘടനയുടെ മാത്രം ബോർഡായിരിക്കും, ഒരു സംഘടനയുടെ മാത്രം നോട്ടീസായിരിക്കും. വേറൊരു സംഘടന നോട്ടീസ് അവിടെ പതിച്ചാൽ അതെടുത്ത് വലിച്ചെറിയും ചെയ്യും. കലണ്ടർ നോക്കുകയാണെങ്കിൽ ഇപ്പൊ സുപ്രഭാതം പുറത്തിറങ്ങിയതിന് ശേഷം സുപ്രഭാതം മാത്രമേ കാണുള്ളൂ. അത് കണ്ടാൽ വലുതാ. അല്ല സിറാജിന്റെയോ മർക്കസ് സഖാഫത്തിന്റെയോ കലണ്ടർ കണ്ടാൽ ഇവരുതാ. മുജാഹിദിന്റെ ഒരു യോഗത്തിൻ്റെത് കണ്ടാൽ അത് മുജാഹിദിൻ്റെതാ. അങ്ങനെ ഏതെങ്കിലും ഒരു യോഗത്തിൻ്റെ കണ്ടാൽ അത് അവരുടേതാണ്. ഈ രീതിയിൽ തീരുമാനിക്കപ്പെടുകയാണ് പള്ളി ആരുതാണ്. ഇതെങ്ങനെ വരുന്നതാണ്? ഞങ്ങൾക്കേ അവിടെ നോട്ടീസ് ഒട്ടിക്കാൻ പറ്റുള്ളൂ, ഞങ്ങളുടെ കൊടി എവിടെ കെട്ടാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഈ പള്ളി ഇത് പിരിവെടുക്കുന്നത് സമസ്തക്ക് മാത്രമായിരിക്കണം, സമസ്തയുടെ സ്ഥാപനങ്ങൾക്ക് മാത്രമായിരിക്കണം. ഒരു സാധു മൂല്യർക്ക് അയാളുടെ മകളെ കെട്ടിക്കേണ്ട ആവശ്യത്തിനോ വീടുണ്ടാക്കേണ്ട ആവശ്യത്തിനോ ഹൃദ്രോഗമോ കിഡ്നി രോഗമോ വന്നിട്ട് ചികിത്സിക്കേണ്ട വലിയ സംഖ്യകൾക്ക് വേണ്ടിയിട്ടോ പിരിവെടുത്താൽ ഈ മൂല്യര് ഏത് പാർട്ടിക്കാരനാണ് നോക്കിയിട്ടേ പിരിച്ചാൻ പറ്റുള്ളൂ. നിങ്ങൾ ഏത് കൂട്ടരാണ്? വെള്ളിയാഴ്ച അതിന് കൂട്ടരെ ദർശകളിൽ നിന്ന് വരും. ഓലെ തലയിൽ ഓലെ കുപ്പായം കണ്ട ആ ഗ്രൂപ്പിന് തിരിയും. എല്ലാവർക്കും തിരിയില്ല. അത് ഇപ്പോഴത്തെ കാലത്ത് ഒരു പുലിവാലായിരിക്കാണ്. ഞങ്ങൾക്ക് മാറ്റേണ്ടി വരും ചിലപ്പോൾ. മിക്കവാറും രണ്ട് ഗ്രൂപ്പുകാരിൽ ഒരു ഗ്രൂപ്പിനെ ശരിക്കും ഐഡന്റിറ്റി ഉണ്ട്. ഓല കുപ്പായം, ഓല തലയെക്കെട്ട്, ഓല രീതി, ഓല ഒച്ചി, ഓല ഈണോ ഒന്നായിരിക്കും. അപ്പൊ അത് നോക്കിയിട്ട് വന്ന കുട്ടി അത്തരം ദർശിൽ നിന്നാണെന്ന് കണ്ടാൽ വയതിന് മൂല്യൊരു സംഭവം കൊടുക്കൂല. കമ്മിറ്റിക്കാരോട് മൂല്യൊരു പരിധി നമ്മളാണെന്നത് പറ്റൂല. മൂല്യരെന്നോടും തിരിച്ചുവിടും. വെള്ളിയാഴ്ച ഇതിന് വരുന്ന മൂല്യൊരു കുട്ടികളെ ഭാവിയിൽ അവരാരാകുമെന്ന് അറിഞ്ഞൂടാ. ഈ കുട്ടിയേക്കും ചിലപ്പോൾ ബാപ്പാര് കൊടുന്നാക്കിയെന്നല്ലാതെ ഏതാ ഗ്രൂപ്പ് എന്നൊന്നും തിരിച്ചുകൊണ്ടൊന്നുമില്ല. അക്കുട്ടികൾ വയലുതരാൻ വരുമ്പോൾ ഗ്രൂപ്പ് നോക്കിയിട്ട് വയലുതരാനത് പറ്റൂല. പാവപ്പെട്ടവന്റെ പിരിവ് സഹായത്തിനാണെങ്കിൽ ഏതെങ്കിലും കൂട്ടക്കാർക്ക് മറുകൂപ്പുകാരനാണെങ്കിൽ പിരിച്ചു കൊടുക്കൂല. മയ്യത്ത് നിസ്കാരത്തിന് പള്ളിയിൽ കൊണ്ടുവന്ന് വെച്ചാൽ രണ്ട് ഗ്രൂപ്പിൽപ്പെട്ട മക്കളുണ്ടെങ്കിൽ രണ്ടാളും പ്രസംഗിക്കണം ഇയാൾ ആരാണ് എന്ന് പറയാൻ. എന്നിട്ട് അവസാനം ആരാ പറയുന്നത്, അവസാനത്തോന്റെ സംഘടന ഏതാണോ അത് വിളിച്ചറിഞ്ഞിട്ട് ബൽപ്പം കാട്ടിയിട്ടേ മയ്യത്ത് മറമാടുള്ളൂ. ഒരു വിവാഹത്തിന്റെ പ്രസംഗം നടക്കുകയാണെങ്കിൽ എങ്ങനെയെങ്കിലും ഒരു ആശംസ പറയാൻ ഒരാൾ പറഞ്ഞാൽ അയാൾ ഒരു സംഘടന പറഞ്ഞോ, എന്നാൽ മറ്റേ ആൾ പിന്നെ കൊടിയെടുക്കുകയാണ്, ഞാൻ വേറൊരു സംഘടന, അമ്പളുടെ സംഘടന നമുക്ക് പറയണം. ഇങ്ങനെ ഈ സംഘടനാമയമാക്കി മാത്രം വിവാഹവേദികളും മരണവേദികളും പള്ളിയിലെ മയ്യത്തിന് വേണ്ടി ചെയ്യുന്ന കർമ്മങ്ങളും മയ്യത്തിന് വേണ്ടി ദുആക്കാൻ കുറെ തെഹ്ലീലും മറ്റൊക്കെ പല പള്ളികളിലും നടപ്പുണ്ട്. അതടക്കമുള്ള കേന്ദ്രങ്ങൾ പോയി ഇപ്പൊ ദിക്റിന്റെ മജ്‌ലിസുകളിൽ വരെ ഈ ഗ്രൂപ്പ് വൈര. ഒരു കൂട്ടർ സ്വലാത്ത്, ഒരു കൂട്ടർ ദിക്റുമായിട്ട് നടക്കുമ്പോൾ വേറൊരു കൂട്ടർ വേറൊരു ദിക്ർ ചിഹ്നം ഐഡന്റിറ്റി നിലനിർത്തുക, സംഘടന നിലനിർത്തുക. അള്ളാന്റെ ദിക്റല്ല, മഹാത്മാക്കളുടെ ദിക്റല്ല, സംഘടന നിലനിർത്തുന്നതിന് വേണ്ടി സംഘടനക്കാർ നടത്തുന്ന ദിക്ർ. അത് വീട്ടിൽ വെച്ച് നടത്തിയാലും പള്ളിയിൽ വെച്ച് നടത്തിയാലും മദ്രസയിൽ നടത്തിയാലും അവരുടെ സംഘടനാ പ്രവർത്തനത്തിന്റെ ഭാഗം. അതിന്റെ എന്തെങ്കിലും ഫളായിൽ പറയുന്ന ലേശം പ്രസംഗമില്ലാതിരുന്നാൽ ആ ദിക്റുകളില്ലാനും ഒരു സംഘടനാ പ്രചരണത്തിൽ കൂടിയാണ് ഈ ദിക്റുകളൊക്കെ. ഈ ഒരു പരുവത്തിലേക്ക് സംഘടനാ പ്രവർത്തനം അധപ്പതിച്ചിട്ട് മഹല്ലുകളിലൂടെ നടക്കുന്ന സംഘടനാ പ്രവർത്തനം മഹല്ലുകളെ വരുതിയിൽ നിർത്താൻ നാട്ടുകാരെ സംഘടനാവൽക്കരിക്കാനുള്ള ശ്രമമാകുന്നു എന്നതു മാത്രമല്ല, സമസ്തയുടെ മദ്രസ അംഗീകരിച്ചു എന്നതിൻ്റെ പേരിൽ അത് സമസ്തയുടെ മദ്രസ തന്നെ, അതിൻ്റെ ആളുകളും ഭരണകർത്താക്കളും സമസ്തക്കാർ തന്നെ, സമസ്തയുടേതല്ലാത്ത അവിടെ ഒരു കാര്യവും നടക്കരുത് എന്ന രീതിയിൽ നടത്തിപ്പോരുന്ന ഇവിടെ മുഅല്ലിമീങ്ങളെ നിശ്ചയിക്കുന്നതിൽ വരെ
സംഘടനാ ബന്ധം കാത്തു സൂക്ഷിക്കുന്നതിനും മറ്റു സംഘടനക്കാരും കടന്നു വരാതിരിക്കുന്നതിനും വളരെ ഗൂഢമായി ശ്രമിക്കുന്നത് ഇപ്പോൾ പരസ്യമായി തന്നെ നടത്തുകയാണ്. ഫോം കൊടുത്ത് ആ ഫോമിൽ SKSSF കൊണ്ട്, നേരത്തെ ഞാൻ പറഞ്ഞ ഈ SKSSF കൊണ്ട് വേണം ഒപ്പിടിക്കാൻ. ഒപ്പിടിച്ചിട്ട് അവരെ കൊണ്ട് ഒപ്പിടിച്ചിട്ട് അവർ സ്വീകരിക്കുന്ന തരത്തിൽ അവർ ഒപ്പിട്ട് കൊടുത്തെങ്കിൽ മാത്രമേ സമസ്ത മദ്രസയിൽ പഠിപ്പിക്കുന്ന അധ്യാപകനെ അയാൾ പഠിപ്പിച്ചതിൻ്റെ സർവീസ് രജിസ്റ്റർ MSR എന്ന പേരിലുള്ളത് ആ ഓഫീസിൽ നിന്നും കൊടുക്കുള്ളൂ. മദ്രസൻ്റെ MSR കൊടുക്കേണ്ടത് ശരിക്കും മദ്രസയിൽ നിന്നാണ്. പക്ഷേ അത് സമസ്തൻ്റെ ഓഫീസിൽ നിന്ന് കൊടുക്കാനാക്കിയത് നാട്ടുകാർക്ക് പാകത്തിലുള്ള ഇതൊന്നും തിരിയില്ലോ. അപ്പോൾ അത് സംഘടനാ തരത്തിൽ നടത്തുക എന്നുള്ള നിലയിൽ പോകുന്നതാണ്. പക്ഷെ അന്നൊന്നും ഒരു കുഴപ്പമില്ലല്ലോ. MSR പണ്ട് കൊടുത്തതിനൊന്നും ഒരു കുഴപ്പമില്ല. അതിലൊന്നും ഈ നിബന്ധനകളുമില്ല. നിബന്ധനകൾ വന്നിട്ട് സ്വന്തമാക്കാനും സംഘടനാവൽക്കരിക്കാനും ഇത്തരം വിഷയങ്ങൾ പരിശ്രമിക്കുമ്പോഴാണ് മറുപക്ഷത്തിന് ചൊടിക്കുന്നത്. രണ്ടു കൂട്ടരും അന്നം തിന്നുന്നവരല്ലേ, ബുദ്ധിയുള്ളവരല്ലേ, ചിന്തിക്കുന്നവരല്ലേ, വാശിയുള്ളവരല്ലേ, അവനവന്റെ ആദർശത്തിൽ ഉറച്ചു നിൽക്കണമെന്ന് ദാർഢ്യമുള്ളവരല്ലേ. അപ്പൊ അവർ കാണിക്കുന്നത് പ്രകാരം കുഴപ്പം വരികയാണ്. നോക്കുക, ഇത് ഒരു SKSSFന്റെ സെക്രട്ടറി, പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള കമ്മിറ്റിയിലേക്ക് ബോധിപ്പിക്കുന്നു എന്ന് പറഞ്ഞ് ഒരു സ്ഥലത്തെ SKSSFന്റെ പേരിലുള്ള പ്രതിജ്ഞയാണ്. ഈ പ്രതിജ്ഞ ആരുടെ പ്രതിജ്ഞയെന്നറിയോ? ആ പ്രദേശത്തെ മദ്രസയിലെ മുഅല്ലിമിന്റെ പ്രതിജ്ഞ. എന്തിനു പ്രതിജ്ഞ? SKSSFന്റെ ഒപ്പ് കിട്ടാൻ ആ മുഅല്ലിമ് നടത്തുന്ന പ്രതിജ്ഞയാണ്. SKSSFന്റെ പ്രദേശത്തെ യൂണിറ്റ് SKSSFന്റെ ഒപ്പ് കിട്ടാൻ ആ പ്രദേശത്തെ വയസ്സനായ ഒരു മുഅല്ലിമും, നേരത്തെ പറഞ്ഞ 40 or 50 വർഷം സേവനം ചെയ്ത ഒരു മുഅല്ലിമും SKSSFകാരന് ഈ അപേക്ഷ സമർപ്പിക്കണം. വർഷങ്ങൾക്ക് മുമ്പ് അയാൾക്ക് MSR കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ MSR ഒക്കെ ഒറ്റ ദിനം കൊണ്ട് സമസ്ത അങ്ങ് പിൻവലിച്ചു. കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു, ഇനിയൊക്കെ പുതുക്കണം എന്നാണ്. പഴയത് തിരിച്ചു കൊടുക്കുക, പകർത്തി കൊടുക്കുന്നതല്ല. അങ്ങനെയാണ് നോടി കാട്ടിയത്. 1500 നോട്ട് നിരോധിച്ചപ്പം ബാങ്ക് കൊടുത്തോളിയും പിരിച്ചെടുത്തോളിയും പുതിയ പൈസ വാങ്ങിക്കോളി, നിയന്ത്രണങ്ങൾ ഉണ്ടെങ്കിലും അങ്ങനെയാ പറഞ്ഞത്. നമ്മളെ സമസ്ത MSR പിൻവലിച്ചത് എങ്ങനെയാണെന്നറിയോ? MSR ആണ് പിൻവലിച്ചിട്ട് ആ കീറിയിട്ടില്ല. അതുവരെ കിട്ടിയ MSR എന്താ MSR? ഇയാൾ ഇത്ര കൊല്ലമായിട്ട് മുഅല്ലിം സർവീസ് രജിസ്റ്ററിൽ ഇയാൾ ഇത്ര കൊല്ലമായിട്ട് മദ്രസ പഠിപ്പിക്കുന്ന ആളാന്നാ, അതാണ് കീറിടുക. ഇനി പുതിയത് കിട്ടണം, എന്നാലേ അയാൾക്ക് MSR ആവുള്ളൂ, കൂട്ടുള്ളൂ. അത് കിട്ടണമെങ്കിലോ SKSSFകാരന് ഇതുവരെ കൊല്ലങ്ങളോളത്തെ MSR കിട്ടിയവനും അതേ SKSSFകാരൻ്റെ ഒപ്പ് വാങ്ങിയിട്ട് കൊടുക്കണം. ഇതിനെന്താണ് കാരണം? ഈയിടയ്ക്ക് തന്നെ കുറേ സമസ്തക്കാരല്ലാത്ത കൂട്ടര് MSR എങ്ങനെയോ സംഘടിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ AP-ക്കാർ കുറേ കടന്നു കൂടിയിട്ടുണ്ട്. ഓലെ പുറത്താക്കാതല്ലാതെ മാർഗമല്ല. അതിനുള്ളതാ പ്രതിജ്ഞ. ഈ പ്രതിജ്ഞയിൽ പേരും മിനീഷരും, വീട്ടുപേര്, മൊബൈൽ നമ്പർ, MSR നമ്പർ, പണ്ടത്തെ നമ്പർ നോക്കിയൊന്ന് പരിശോധിക്കാനായി. കാരണം അത് കഴിഞ്ഞിട്ട് പറയുന്നത് മേൽ പ്രസ്താവിച്ച എന്ന ഞാൻ, ആളെ പേരെഴുതിയിട്ട് എന്ന ഞാൻ, ബഹുമാനപ്പെട്ട ആനക്കര C. കോയക്കുട്ടി മുസ്ലിയാർ പ്രസിഡന്റും ചെറുശ്ശേരി സൈനുദ്ദീൻ മുസ്ലിയാർ ജനറൽ സെക്രട്ടറിയുമായുള്ള സമസ്തയാണ് യഥാർത്ഥ സമസ്ത എന്നും അതിൽ പൂർണ്ണമായും വിശ്വാസമുള്ള വ്യക്തിയാണ് ഞാൻ എന്നും ഒരു കാരണവശാലും വ്യാജ AP സമസ്തയിലോ സംസ്ഥാനയിലോ എൻ്റെ ഒരു നിലക്കുമുള്ള സഹകരണമോ പ്രവർത്തനമോ യൂണിറ്റ് തലത്തിലോ അല്ലാതെയോ ഉണ്ടാവുകയില്ലെന്നും യഥാർത്ഥ സമസ്തക്കും കീഘടകങ്ങൾക്കും മനസ്സ വാച കർമ്മണ എൻ്റെ എല്ലാവിധ സഹകരണങ്ങളും പ്രവർത്തനങ്ങളും ഉണ്ടാകുമെന്നും ഇതിന് വിരുദ്ധമായി വല്ലതും എന്നിൽ നിന്നും കണ്ടാൽ യൂണിറ്റ് കമ്മിറ്റിക്ക് സമസ്ത ഓഫീസുമായി ബന്ധപ്പെട്ട് എൻ്റെ MSR കട്ടാക്കാനും ഞാൻ ജോലി ചെയ്യുന്ന നാട്ടിലെ കമ്മിറ്റിയിൽ എൻ്റെ കപടമുഖം വെളിപ്പെടുത്താനും എനിക്ക് സമ്മതമാണ് എന്നീ മുഅല്ലിമ് പേരെഴുതി ഒപ്പിടണം. ജോലി ചെയ്യുന്ന മദ്രസയുടെ പേര്, രജിസ്റ്റർ നമ്പർ, പ്രസിഡന്റിൻ്റെ പേര്, ഫോൺ നമ്പർ, ജനറൽ സെക്രട്ടറിയുടെ പേര്, ഫോൺ നമ്പർ. എന്നിട്ട് പിന്നെ ഇതിൽ നിർദ്ദേശമുണ്ട്, മേൽപ്പറഞ്ഞ നമ്പറുകളിൽ ബന്ധപ്പെട്ടിട്ട് ഈ ഫോൺ നമ്പറും ശരിയോ പ്രസിഡന്റിൻ്റെയും മറ്റൊക്കെ പേര് ശരിയാണോ എന്ന് ഉറപ്പ് വരുത്തിയിട്ട് ഒപ്പിട്ട് കൊടുക്കാവൂ, സീലാക്കാവൂ. ഇത് സീല് വെച്ചിട്ട് SKSF യൂണിറ്റ് കൊടുത്താലേ സമസ്തന്റെ MSR ഈ മുഅല്ലിമിന് കിട്ടൂ. ഇത് കുമ്മസാർ എന്നത് ശരിയല്ലേ? മുഅല്ലിം സർവീസ് രജിസ്റ്റർ എന്ന് പറയുന്നത് മുഅല്ലിമിന്റെ സർവീസിന്റെ രജിസ്റ്റർ സമസ്തയുടെ ഓഫീസിൽ നിന്ന് കൊടുക്കണമെങ്കിൽ ഇവിടുത്തെ കുട്ടി ഇപ്പൊ ഒപ്പിട്ട് കൊടുത്തെങ്കിലേ അത് കിട്ടുള്ളൂ എന്ന് പറയുന്നത് വളരെ അക്രമപരമല്ലേ? ഇത് ഒഴിവാക്കേണ്ടത് ആരെയാണെന്ന് തിരിഞ്ഞല്ലോ, AP സമസ്തക്കാരെയും സംസ്ഥാനക്കാരെയും. യഥാർത്ഥത്തിൽ ഇത് ഈ പരിപാടിയും ക്യാമ്പയിനും തീരുമാനിക്കുമ്പോൾ സംസ്ഥാനക്കാരിങ്ങനെ രേഖയിൽ ഒഴിവാക്കപ്പെട്ടതായി ഞങ്ങൾക്കറിയില്ല കേട്ടോ, എനിക്കറിയില്ല, എൻ്റെ കഥ പറയണം. AP സമസ്തക്കാരെ കൊടുക്കാൻ മാത്രം ഉണ്ടാക്കിയതാണെന്നാണ് നമ്മൾ വിചാരിച്ചത്. ഇത് പിന്നെ കിട്ടിയതാണ്.
AP സമസ്തക്കാരായാലും ഇവിടെ മുസ്ലിമീങ്ങളാണ്, സുന്നികളാണ്. അവർക്ക് ജീവിക്കാൻ അവകാശമുണ്ട്, മദ്രസയിൽ ജോലി എടുക്കാൻ അവകാശമുണ്ട്, പള്ളിയിൽ നിൽക്കാൻ അവകാശമുണ്ട്. അതാരും നിഷേധിക്കരുത് എന്ന് പറയാനും അതിൻ്റെ പേരിൽ കടുപിടിയും കലഹവും നാട്ടിലുണ്ടാക്കരുത് പറയാനുമാണ് ഈ ക്യാമ്പയിൻ വന്നത്. AP സമസ്തക്കാർ എന്ന കൂട്ടരാണെങ്കിൽ എല്ലാവരും കൂടി ബഹിഷ്കരിച്ചുകൊണ്ട് ഒഴിവാക്കപ്പെട്ടൊരു കൂട്ടരാക്കിയിട്ടാണോ നമ്മൾ കാണേണ്ടത്? അങ്ങനെ ചിന്തിക്കാമോ? അതൊന്നും ആർക്കും വരരുത്, ഒരു മുസ്ലിമിനും സംഭവിക്കരുത് ആ ഗതി. അത് ചിന്തിക്കണം എല്ലാവരും. ഒരു മുസ്ലിമിനും ആ ഗതി വരരുത്. ജീവിതാവകാശം നിഷേധിക്കരുത്, അന്നം മുടക്കരുത്, കഞ്ഞി മുട്ടിക്കരുത്. അത് ആരുടെ കാര്യത്തിലും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രധാനമാണ്. കാരണം മുസ്ലിമീങ്ങളല്ലേ. മുസ്ലിമീങ്ങൾ എന്ന നിലക്ക് സഹോദരങ്ങൾ തമ്മിൽ കടപ്പാടുണ്ടല്ലോ. ഹക്കുൽ മുസ്ലിമി അലൽ മുസ്ലിമി സിത്തും തന്നെ നമ്മൾ പണ്ടേ പഠിക്കുന്നതല്ലേ. ഈ 6 അവകാശങ്ങൾ നമ്മൾ നോക്കുന്നുണ്ടോ? മയ്യത്ത് തുടരുന്നിടത്തോ, രോഗിയെ സന്ദർശിക്കുന്നിടത്തോ, സലാം പറയുന്നിടത്തോ ഈ 2 സംഘടനക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും സലാം പറയുന്നത് തന്നെ എങ്ങനെയാകും? പണ്ഡിതന്മാരും മുത്താലിമീങ്ങളും മുഅല്ലിമീങ്ങളും കണ്ടാൽ തിരിഞ്ഞു നോക്കാത്ത വിധത്തിലാണ് പോവുക. ഇങ്ങനെയല്ലേ സംഭവിക്കുന്നത്? അതുമാത്രമല്ല, ആ രീതിയിൽ പോകുന്ന അവർക്ക് കഞ്ഞി മുട്ടിക്കാന്ന് വന്നാലോ ഒരുപടി മുഅല്ലിമീങ്ങൾ ഈ രംഗം വിട്ടുകൊണ്ട് പുറത്തു പോവുകയാണ്. ഇത്തരം ഒരു സ്ഥിതിവിശേഷത്തിൽ കഞ്ഞി മുട്ടിക്കരുത് എന്ന് പറഞ്ഞത് ഒരു കാര്യമാണ്. ഇത് പറയേണ്ടത് ഒരു വസ്തുതയാണിത്. ഇത് തൊഴിലവകാശമാണ്. തൊഴിലാളി സംഘടനകൾ പ്രത്യേകം ശ്രദ്ധിക്കുകയാണെന്ന് വെച്ചാൽ വളരെ കുഴങ്ങി പൊങ്ങണമെന്ന് ആലോചിക്കണം. നമ്മളെ അങ്ങാടിയിൽ ചുമട്ടു തൊഴിലാളി യൂണിയനുകളുണ്ട്. വിവിധ തലക്കെട്ടുകാരാണ് ആ യൂണിയൻകാർ. ആ യൂണിയൻകാർ പറയാൻ തീരുമാനിക്കാൻ ഞങ്ങൾ അങ്ങാടിയിൽ ഭൂരിപക്ഷം ഇവിടെ STU ആണ്. അതുകൊണ്ട് STUക്കാരല്ലാത്ത ഒരു തൊഴിലാളി ഇവിടെ ചുമടെടുക്കാൻ പാടില്ല എന്ന് തീരുമാനിച്ചിട്ട് മറ്റേ സംഘങ്ങളെയൊക്കെ ഒഴിവാക്കാൻ തിരിഞ്ഞാൽ ഇവിടെ രാഷ്ട്രീയക്കാരടക്കി പോകും. അല്ലെങ്കിൽ ഞങ്ങൾ CITUക്കാരാണ്, വേറെ ആർക്കും ഇവിടെ പാടില്ല എന്ന് പറഞ്ഞിട്ട് അവർ നിൽക്കളിച്ചാൽ സമ്മതിക്കും. ഒരു തൊഴിലാളിയുടെ പേരിലോ അയാളുടെ അവകാശത്തിലോ കൈവച്ചാൽ ഇവർ ഒന്നിച്ചു നിൽക്കുന്നത് കാണാം. ഇതാണ് തൊഴിലവകാശത്തിന്റെ പേരിൽ ആളുകൾ നിൽക്കുന്നത്. കഞ്ഞൂടിന്റെ കാര്യമല്ലേ, കുട്ടികളെ പോറ്റുന്ന കാര്യമല്ലേ? ഇവിടെ AP-ക്കാരെ മാത്രം മദ്രസയിൽ പഠിപ്പിക്കാനോ സംസ്ഥാനക്കാരെ മാത്രം മദ്രസയിൽ പഠിപ്പിക്കാനോ പറ്റാത്ത വിധം അവരെന്ത് ചെയ്തു തെറ്റ്? മദ്രസന്റെ നിയമത്തിനോ പാഠബുക്കിന്റെ കാര്യത്തിലോ സമസ്തക്കെതിരായിട്ടോ പ്രവർത്തിച്ചെങ്കിൽ മനസ്സിലാക്കാം. സമസ്തന്റെ വിദ്യാഭ്യാസ ബോർഡിന്റെ പാഠബുക്ക് പഠിപ്പിക്കുന്ന മദ്രസയിൽ അതിനെതിരായി പ്രവർത്തിച്ചതിന്റെ പേരിൽ പിരിച്ചുവിട്ടു എന്ന് പറയുമ്പോൾ ശരിയാ. അത് പരസ്യമായി നടത്തുന്നില്ലെങ്കിൽ, അയാളുടെ സംഘടനാമുഖം വെളിപ്പെടുത്തുന്നില്ലെങ്കിൽ വിശേഷിച്ചും അയാളെ കഞ്ഞി പിടിക്കാൻ മുട്ടിക്കേണ്ട ഒരു കാര്യമല്ലല്ലോ. അയാൾ അവിടെ മാനമര്യാദക്ക് ജോലി ചെയ്തതിനുള്ള വേതനം വാങ്ങിയല്ലേ, വേറൊന്നുമല്ലല്ലോ. പണിയെടുത്തതിനുള്ള വേതനല്ലേ, വിയർപ്പൊടുക്കിയതിനുള്ള വേതനല്ലേ. അധ്വാനിച്ചിട്ട് തിന്നാൻ അവകാശമില്ലേ, പിന്നെ എങ്ങനെയാണ് അയാൾ തിന്നേണ്ടത്? വേറെ മാർഗമുണ്ടോ? അപ്പൊ അധ്വാനിച്ചിട്ട് തിന്നാനുള്ള വഴികൾ അടക്കരുത് ആർക്കും എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് പ്രധാനമായും ഇത്. ഈ MSR വിഷയം അങ്ങനെ ഉണ്ടാക്കിയതാണ്. ഇനി പോരാ, മദ്രസ മാനേജ്മെന്റുകൾ നോക്കി ഓരോന്നോരോന്ന് ഇപ്പം ഇങ്ങനെ കിട്ടണുള്ളൂ. ആ കിട്ടുന്നതൊക്കെ നോക്കിയാൽ ഓരോ രേഖ കിട്ടിയാലും വലിയ പുലിവാല. ഇത് മദ്രസയിൽ നടക്കേണ്ട വലിയൊരു മഹാഭാരതം. സമസ്ത കേരള മദ്രസ മാനേജ്മെന്റ് അസോസിയേഷൻ SKMMA ഇത് പുതിയ ഉണ്ടാക്കിയ സംഘം. ഇതിന്റെ മുമ്പിൽ മദ്രസ മാനേജ്മെന്റ് അസോസിയേഷൻ എല്ലാം ശാസ്ത്രീയമായി കൊണ്ടുവരാണ്. തർക്കമുള്ള മദ്രസ കമ്മിറ്റിയിലെ അക്കാദമിക് സമിതി അംഗങ്ങൾക്കുള്ള പരിശീലനം, അതിന് നടക്കേണ്ട സംഭവങ്ങൾ കാണുകയാണ്. കമ്മിറ്റിക്കാരുണ്ടാക്കേണ്ട മിനിറ്റ്സ് ബുക്ക് സംഗതികളൊക്കെ അതൊക്കെ നല്ല കാര്യങ്ങളാണ് മദ്രസയുടെ ശാസ്ത്രീയമായ നടത്തിപ്പിന്. അക്കാദമികവും വിദ്യാർത്ഥികളെ ആകർഷിക്കലും പറഞ്ഞ് നടത്തുന്നതോ സ്മാർട്ട് ക്ലാസ് റൂം, ഇതൊക്കെ നമുക്കിങ്ങനെ കേൾക്കാം. മദ്രസയിൽ കൊണ്ടുവന്നിട്ട് ആൾക്കാർ, കമ്മിറ്റിക്കാർ, പുതിയ ആൾക്കാർ വലിയ കോള് കിട്ടിയ മാതിരി പറയുന്ന സ്മാർട്ട് ക്ലാസ് റൂം, ശിശു സൗഹൃദ അന്തരീക്ഷവും ക്ലാസ് മുറികളും, വൃത്തി, ശുചിത്വം, പ്രഭാത അസംബ്ലി, ലൈബ്രറി, CD ആകെ 2 മണിക്കൂർ നേരത്തെ നമ്മുടെ മദ്രസയിൽ ഇതെല്ലാം കൂടി നടത്തണോ? ഇരിക്കട്ടെ, ഇതൊക്കെ കൂടി ശാസ്ത്രീയമായിട്ട് സംഘടിപ്പിച്ചു വന്നിട്ട് വളരെ സുഖമാവും. എല്ലാം പോയി അവസാനം മുട്ടുന്നതിൻ്റെ അവസാനത്തെ സംഗതി എന്താണെന്നറിയോ? സമസ്തയുടെ പോഷക ഘടകങ്ങളുമായുള്ള ബന്ധം. അവസാനത അതെല്ലാം കഴിഞ്ഞിട്ട് അവസാനമല്ലേ നല്ലത് തിന്നാൻ വെക്കുക. നമ്മൾ ചോറുണ്ടൊക്കെ മുമ്പിൽ നല്ല കുറച്ചു നേരം അവസാനം തിന്നാരെങ്കിൽ വെക്കുമല്ലേ. ഇതേമാതിരി അവസാനം കൊടുക്കുന്ന നിർദ്ദേശം അതിതാ, സമസ്തയുടെ പോഷക ഘടകങ്ങളുമായുള്ള ബന്ധം. ഈ ബന്ധം എങ്ങനെയാ? സമസ്തയുടെയും പോഷക സംഘടനകളുടെയും അടിസ്ഥാന യൂണിറ്റ് മഹല്ല് മദ്രസ കമ്മിറ്റികളാണ്. മഹല്ല് മദ്രസ കമ്മിറ്റികളാണ് സമസ്തന്റെയും പോഷക സംഘടനകളുടെ അടിസ്ഥാന യൂണിറ്റ്. SKSSMന്റെ അടിസ്ഥാന യൂണിറ്റ് മഹല്ല് മദ്രസ കമ്മിറ്റികൾ, SYSന്റെ അടിസ്ഥാന യൂണിറ്റ് മഹല്ല് മദ്രസ കമ്മിറ്റികൾ. അങ്ങനെ സമസ്തയുടെയും പോഷക ഘടകങ്ങളുടെയും അടിസ്ഥാന യൂണിറ്റ് മഹല്ല് മദ്രസ കമ്മിറ്റികളാണ്.
ഓരോ കമ്മിറ്റി അംഗവും സമസ്തയുടെയും കീഴ്ഘടകങ്ങളുടെയും സംഘടനാ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെടേണ്ടതാണ്. SMF, SYS, SKSSF, SKMMA, SKSBV എന്നീ സംഘടനകളുടെ റേഞ്ച്, പഞ്ചായത്ത്, ക്ലസ്റ്റർ, മേഖല, ജില്ലാ യോഗങ്ങളിൽ അറിയിപ്പ് കിട്ടുന്നതിനനുസരിച്ച് കമ്മിറ്റി പ്രതിനിധികൾ പങ്കെടുക്കുക, തീരുമാനങ്ങൾ നടപ്പിലാക്കുന്നതിൽ സഹകരിക്കുക. ഇങ്ങനെ പ്രവൃത്തി പരിപാടിയിലൊക്കെ മദ്രസയിലെ എല്ലാ കമ്മിറ്റിക്കാരും മഹല്ലിലെ എല്ലാ കമ്മിറ്റിക്കാരും സംഘടനാ ബന്ധം കാത്തു സൂക്ഷിച്ച് ഉഷിറോടെ പ്രവർത്തിക്കണം. ഇതില്ലെങ്കിലോ ഞങ്ങളെ മദ്രസ്, ഞങ്ങളെ മഹല്ല്, സമസ്തന്റെ മദ്രസ്, സമസ്തന്റെ മഹല്ല് എന്ന് പറഞ്ഞ പ്രശ്നമുണ്ടാകും. ഇത് പാവപ്പെട്ട നാട്ടുകാർ പറയുന്നതാണ്. പ്രശ്നം ഉണ്ടായിട്ട് ഏതെങ്കിലും ഒരു മൂല്യരെ പിരിച്ചുവിട്ടീനെ പറ്റി ചോദിച്ച് ഞങ്ങളെന്ത് കാട്ടാണ്, അത് സമസ്തന്റെ മദ്രസല്ലേ, ഇത് സമസ്തന്റെ മഹല്ല്, ഓരോന്ന് പറഞ്ഞേക്കാം, അത് നടത്തുകയാണെന്ന് പറയാം പാവപ്പെട്ട മഹല്ലുകാർ. സാധാരണക്കാരായ ജനങ്ങളെ, മഹല്ല് ഭരിക്കുന്ന ഭരണകർത്താക്കളെ, നിങ്ങൾ ഒരാളുടെയും മഹല്ല് പൊതു മഹല്ലാണെങ്കിൽ അത് സമസ്തയുടെ മഹല്ലല്ല. സമസ്തയുടെ പാഠബുക്കുകളിൽ അംഗീകരിച്ച് പഠിപ്പിക്കുന്നു എന്നതുകൊണ്ട് അത് സമസ്തയുടെ മദ്രസയല്ല. സമസ്തയുടെ മദ്രസ നിൽക്കുന്ന കെട്ടിടം നിങ്ങൾ നാട്ടുകാരുണ്ടാക്കിയതാണ്. അത് നിൽക്കുന്ന സ്ഥലം നിങ്ങൾ വില കൊടുത്ത് മേടിച്ചതാണ്, അല്ലെങ്കിൽ വഖഫ് കിട്ടിയതാണ്. അവിടെ പഠിപ്പിച്ചു വരുന്ന അധ്യാപകർ നിയമിക്കുന്നത് നിങ്ങളാണ്, ശമ്പളം കൊടുക്കുന്നത് നിങ്ങളാണ്, ചോറ് കൊടുക്കുന്നത് നിങ്ങളാണ്, അവർ പോറ്റുന്നതും നിയന്ത്രിക്കുന്നതും എല്ലാം നിങ്ങളാണ്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയല്ല, വിദ്യാഭ്യാസ ബോർഡല്ല. പിന്നെ എങ്ങനെ സമസ്തയുടെ മദ്രസ? സമസ്തയുടെ മദ്രസ എന്ന് പറയുന്നത് പാഠബുക്ക് പഠിപ്പിക്കുന്നത് സമസ്തന്റെ മദ്രസയാണ്, ആ കാര്യം ശ്രദ്ധിക്കണം. പരീക്ഷ നടത്തുന്നത് സമസ്ത വിദ്യാഭ്യാസ ബോർഡാണ്, ആ കാര്യം ശ്രദ്ധിക്കണം. അതിനൊക്കെ ഫീസുണ്ടല്ലോ, അതിനൊക്കെ ശരിക്കും ഫീസുണ്ടല്ലോ. ആ ഫീസ് ശരിക്കും മേടിക്കും. സംഘടനാ പ്രവർത്തനം എവിടുന്ന് തുടങ്ങുന്നറിയങ്ങൾ ഫീസ് നടാടെ തന്നെ കൊല്ലത്തെ പരീക്ഷ മുഴുവൻ നടത്തിന് ഇനി ഫീസിന് വാങ്ങും. ആ ഫീസ് വാങ്ങിയാൽ ആ ഫീസിനുള്ള റെസീറ്റുകൾ കൊടുക്കുമ്പോൾ ആ റെസീറ്റുകളിൽ പ്രത്യേകം കാണും അവിടെ പഠിക്കുന്ന ചെറിയ 1ാം ക്ലാസ്സിലെ കുട്ടി SKSBV എന്നറിയുന്ന സമസ്ത കേരള സുന്നി ബാലവേദി എന്ന് പറയുന്ന അവരുടെ മദ്രസയിലെ കുട്ടികൾക്കുള്ള സംഘടന മെമ്പറാക്കിയതിന്റെ മെമ്പർഷിപ്പിന്റെ റെസീറ്റ് കിട്ടും. വാങ്ങണതോ പരീക്ഷാ ഫീസിൽ. പരീക്ഷാ ഫീസ് വാങ്ങുന്ന കൂട്ടത്തിൽ ഒരു റെസീറ്റ് കിട്ടും, 5 റുപ്യൻ്റെയും 10 റുപ്യൻ്റെ ഒക്കെ റെസീറ്റ്. ആ റെസീറ്റ് എന്താണ്? കുട്ടി ചേർത്ത പാത്തുമ്മക്കുട്ടിനെ SKSBV എന്ന് പറയുന്ന കമ്മിറ്റിയിൽ അംഗമാക്കിയത്. പെൺകുട്ടിക്കുണ്ട്, ആൺകുട്ടിക്കുണ്ട്. ആൺകുട്ടിക്ക് മാത്രമല്ല, പരിശോധിച്ചു നോക്കി, മദ്രസകളോട് ബന്ധപ്പെട്ടിട്ട് ചോദിച്ചു നോക്കി, സംഘടനാ ആന്ധ്യം ബാധിക്കാത്ത ആരും ഇത് പറഞ്ഞു തരും. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും SKSBV എന്നറിയുന്ന സുന്നി ബാലവേദിയിൽ അംഗത്വം കൊടുക്കുന്നതിനുള്ള ആ അംഗത്വത്തിൻ്റെതും കൂടി കിട്ടും. അപ്പൊ സംഘടനാപരമായി നമ്മളറിയാതെ, നമ്മളെ മക്കളറിയാതെ നമ്മളെ കുട്ടികളെ ചേർക്കപ്പെടുകയാണ്. കാരണം എന്തേ വേണ്ടുള്ളൂ? കുട്ടികളെ ചേർക്കുമ്പോൾ തന്നെ നമ്മളിൽ നിന്നൊരു ഫോം വാങ്ങിച്ചിട്ടുണ്ട്. ആ ഫോമിൽ എന്താ നമ്മളെ കൊണ്ട് എഴുതി ഒപ്പിടിച്ചിട്ടുണ്ട്? 1ാം ക്ലാസ്സിലേക്ക് 5 വയസ്സായ കുട്ടികളെ ചേർക്കുമ്പോൾ അതൊന്നും പണ്ടില്ല. പണ്ട് ഈ മദ്രസയുടെയും ബോർഡിന്റെയും ഒക്കെ സംഗതികൾ പറയുന്നു എന്നതിലുപരിയായി നമ്മുടെ ഇന്നത്തെ മദ്രസയിൽ ഒരു കുട്ടിനെ ചേർക്കാൻ ചെന്നാൽ ആ മദ്രസയിൽ കുട്ടിയെ ചേർക്കുമ്പോൾ തന്നെ കൊടുക്കേണ്ടതിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ ആശയാദർശങ്ങളെല്ലാം അനുസരിച്ച് ജീവിക്കുമെന്നും അത് അംഗീകരിക്കുന്നുവെന്നും സത്യമാണെന്നും അതിൻ്റെ തീരുമാനങ്ങളെല്ലാം അനുസരിക്കുമെന്നും പ്രതിജ്ഞ ചെയ്തുകൊണ്ട് മാത്രം ഒപ്പിട്ട് കൊടുത്താലേ കുട്ടിനെ 1ാം ക്ലാസ്സിൽ ചേർക്കാൻ പറ്റുള്ളൂ. 1ാം ക്ലാസ്സിൽ കുട്ടിനെ ചേർക്കണമെങ്കിൽ നമ്മളെ മദ്രസൻ്റെ അടുത്ത് മുജാഹിദും ജമാഅത്തും ഉണ്ടെങ്കിൽ ഓല കുട്ടികളെയും കൂടി ചേർക്കൂലേ? അതിനെ പ്രോത്സാഹിപ്പിക്കലേ നമ്മൾ വേണ്ടിയത്. ഇനി ഏൽപ്പിക്കാരെങ്കിലും അടുത്തുണ്ടെങ്കിൽ ഓല കുട്ടികൾ നമ്മളെ മദ്രസയിൽ നമ്മളെ അവിടെ പാഠബുക്ക് പഠിക്കാൻ വേണ്ടി വരുന്നതിനെ പ്രോത്സാഹിപ്പിക്കലേ നമ്മൾ വേണ്ടിയത്. ഇത് ആദ്യത്തെ ദിവസം തന്നെ കലഹം വരും. ഇത് എഴുതിക്കൊട്ടെങ്കിൽ മാത്രമേ ആവുള്ളൂ. പരീക്ഷയ്ക്ക് മേടിക്കുമ്പോൾ തന്നെ ആ ഫീസിന്റെ കൂടെ അറിയാതെ കുട്ടികളെ സംഘടനയിൽ ചേർത്തിട്ടുണ്ടാകും. ഈ വിധത്തിൽ ചെറിയ തുടക്കം മുതൽക്ക് കുട്ടികളെ മദ്രസയിൽ ചേർക്കുന്നിടത്ത് പഠിക്കുന്ന കുട്ടിയും പഠിക്കുന്ന കുട്ടിയുടെ പേരിൽ രക്ഷിതാവും സമസ്തയുടെ സംഘടനാ പ്രവർത്തകൻ തന്നെയായിരിക്കണം, ആജ്ഞാനുവർത്തി തന്നെയായിരിക്കണം എന്ന് സത്യസാക്ഷ്യപ്പെടുത്തുന്ന ഒപ്പ് മേടിച്ചിട്ടേ ചേർക്കുള്ളൂ എന്ന് പറയുന്ന പ്രവർത്തനം ബഹുമാനപ്പെട്ട മർഹൂം ഇ.കെ. അബൂബക്കർ മുസ്ലിയാർ അവറുകൾ ഭരിക്കുന്ന കാലത്തില്ല, അവർ സമസ്തയിലായ കാലത്തില്ല. ഒക്കെ ഇങ്ങനെ കടന്നു വരിക. ഞാൻ എല്ലാം പറയുന്നത് ഇങ്ങനെ എഴുതുമ്പോൾ ഇതെല്ലാം കൂടി കൊടുക്കൂല. അന്നുണ്ടാവും പ്രതിജ്ഞ, അതെല്ലാം മദ്രസയിലുണ്ടാവും. പക്ഷെ ആ മദ്രസ ഇപ്പം ഇനി കേരള സംസ്ഥാന മത വിദ്യാഭ്യാസ ബോർഡിനുള്ളിലെ കുട്ടികളെ ചേർക്കാൻ അപേക്ഷ ഏൽപ്പിക്കാരത്തി ഞങ്ങളില്ല. ഞങ്ങൾ അപേക്ഷയിൽ ആ വകയൊന്നുമില്ല. ഞങ്ങൾക്കുള്ള മദ്രസയിൽ പഠിപ്പിക്കണമെങ്കിൽ സക്കാഫികളുണ്ട്, ഏൽപ്പിക്കാറുണ്ട്, ഇക്കക്കാരുണ്ട്, എല്ലാവരും ഉണ്ട് പഠിപ്പിക്കണേ. ഞങ്ങളുണ്ട്.
പരമാവധി ഞങ്ങളുടെ ആൾക്കാർ നമ്മളെ മദ്രസ നോക്കി പോകും, കിട്ടാനും പഠിപ്പിക്കാനും എളുപ്പതാണ് എന്ന് കരുതിയിട്ട് അങ്ങനെ കുറച്ച് കൂടുതലുണ്ടാകും. ബാക്കിയുള്ളവർ പഠിപ്പിക്കുന്ന മദ്രസയിൽ അതിൻ്റെ പേരിൽ ഒരാനുകൂല്യവും നിഷേധിക്കപ്പെടുന്നില്ല. കുട്ടികളെ ചേർക്കുമ്പോൾ ഈ മദ്രസയിൽ സംസ്ഥാന ജംഇയ്യത്തുലമയുടെ ആശയാദർശങ്ങൾ അനുസരിച്ച് ജീവിക്കുന്ന ആളാണെന്ന് രക്ഷിതാവിനെ കൊണ്ട് എഴുതി ഒപ്പിടിയിക്കുന്നില്ല, വിദ്യാർത്ഥിയെ കൊണ്ട് എഴുതി ഒപ്പിടിയിക്കുന്നില്ല, ചെറിയ മക്കളെ അറിയാതെ സംഘടനയിൽ ചേർക്കുന്നില്ല. അപ്പൊ സംഘടനാവൽക്കരണം മദ്രസയിലെ ചെറിയ വിദ്യാർത്ഥികളെ മുതൽ അവരുടെ രക്ഷിതാക്കളെ മുതൽ നടത്തി വരിക തന്നെയാണ്. മഹല്ലുകളുടെ കമ്മിറ്റികളും മദ്രസ മാനേജ്മെന്റും നിർബന്ധമായുള്ളവ സംഘടനാ പ്രവർത്തനത്തിലേക്ക് ഒരുമിച്ച് കൂടാൻ ആഹ്വാനം ചെയ്യപ്പെടുകയും പ്രത്യേകം സർക്കുലർ നൽകിയിട്ട് ഇത് നടപ്പാക്കിക്കൊണ്ടിരിക്കുകയും ചെയ്യുകയാണ്. ഇതൊക്കെ ഇങ്ങനെ വന്നാൽ പൊതുമഹല്ലുകൾ സ്വന്തം സംഘടനയുടെ മഹല്ലുകളായി മാറും. നാട്ടുകാരുടെ പള്ളികൾ സമസ്തയുടെ പള്ളികൾ തന്നെയായി അക്ഷരാർത്ഥത്തിൽ മാറും. വെറും നാമത്തിൽ മാത്രമല്ല, പ്രയോഗത്തിൽ മാത്രമല്ല. അല്ലാത്തൊരാൾക്ക് നിസ്കരിക്കാൻ വരെ പറ്റൂല എന്ന് പറഞ്ഞാൽ ഒന്നും നടക്കൂല. വയറുതറാൻ കുട്ടികൾക്ക് മറുഗ്രൂപ്പിൽപ്പെട്ടവർക്ക് വരാൻ പറ്റൂല. ഹൃദ്രോഗത്തിന് ഹാർട്ടിന് ഓപ്പറേഷൻ ചെയ്യാൻ ചികിത്സിക്കാൻ മറുഗ്രൂപ്പിൽപ്പെട്ട മൂലേറെ കുട്ടിക്ക് ചികിത്സിക്കാൻ പറ്റൂല എന്നിപ്പം തന്നെ പാസ്സായെങ്കിൽ ഇനി വേറെല്ലാം പാസ്സാവൂലേ? നിസ്കരിക്കാനും പറ്റൂല എന്നും പറയൂലേ? അത്തരം ഒരവസ്ഥയിലേക്ക് എത്തരുതെന്ന കാര്യം പറയുമ്പോൾ ഇതൊക്കെ വിശദീകരിക്കുമ്പോൾ ഉള്ളതോ ഉള്ളതല്ലാത്തതോ എന്ന് ആലോചിക്കുക. കിട്ടുന്ന വിവരങ്ങളാണ്. ഞങ്ങൾ പുറത്തിരുന്ന് പഠിക്കുന്നവരാണ്. ശരിയല്ലെങ്കിൽ അത് പറയാം, ഇത് ശരിയല്ല, അങ്ങനെയൊന്നുമില്ല. ഉണ്ടെങ്കിൽ അത് വളരെ ശരിയല്ലല്ലോ, ഇതൊരു ശരിയ സംസ്കാരമല്ലല്ലോ. ഈ സംസ്കാരം മൂത്തുമൂത്ത് മുസ്ലിമാരെ ഇസ്ലാം എവിടെ എന്ന് പോലും ചിന്തിക്കാത്ത ഒരു പരുവത്തിലേക്ക് ഈ സമുദായത്തിലെ പൊന്നുമക്കളെ, കൊച്ചുമക്കളെ, 30-ന് കീഴെയുള്ള ചെറുപ്പക്കാരായ പ്രവർത്തകന്മാരെ ഉശിരോടുകൂടെ മുദ്രാവാക്യം എടുക്കാൻ വേണ്ടി രാഷ്ട്രീയ പാർട്ടികൾ പ്രവർത്തിച്ചെടുത്തുന്ന കുട്ടികളെ രാഷ്ട്രീയ പാർട്ടികൾക്ക് പോലും കിട്ടാത്ത വിധത്തിൽ SKSSF എന്ന പേരിലോ SSF എന്ന പേരിലോ സംഘടിപ്പിച്ചുകൊണ്ട് ഈ കൂട്ടക്കാർ രണ്ടു കൂട്ടരും നടത്തുന്ന പ്രയോഗങ്ങൾ എന്തൊക്കെയാണ്? നോട്ടീസ് ഒട്ടിച്ചതിന്റെ പേരിലും നോട്ടീസിൽ കീറിന്റെ പേരിലും തെരുവിലിറങ്ങിയിട്ട് SKSSFകാരും SSFകാരും നമുക്കറിയില്ല. ഞാൻ ചിലത് കേട്ടതാ, കേൾക്കുന്നത് നോക്കുമ്പോൾ എന്താ പറയുന്നതെന്നറിയോ? തറ മനുഷ്യന്മാർ ഉപയോഗിക്കാത്ത ഭാഷ. നമ്മൾ തലട്ടാൽ 7-8 കേൾക്കേണ്ട ജീവില്ലേ, ആ ജീവിന്റെ മക്കളെ എന്ന് പറഞ്ഞാൽ വിളിക്കുന്നത് SKSSFകാർ. ഇത് ഉണ്ടാക്കിയത് നമുക്കറിഞ്ഞൂടെ, കേൾക്കുന്നതാണ്. ഇത് കേൾക്കുന്നത് നമുക്ക് സഹിക്കാൻ വയ്യ. SKSSFകാരൻ വിളിക്കുന്നതാ മുദ്രാവാക്യം. ആരെയാ വിളിക്കുന്നത്? ഈ കെൽബിന്റെ മക്കളെ എന്ന് വിളിച്ചിട്ട് കെൽബിന്റെ മക്കളെ APക്കാരാ. ഞാൻ കേൾക്കുന്നത്, ഞാൻ കേട്ടാതാ, അത് മച്ച മലയാളത്തിൽ വിളിക്കുകയാണ്. ഇതാണ് SKSSFന്റെ മുദ്രാവാക്യം എന്ന് വിളിച്ചാൽ നോട്ടീസ് കീറിയിട്ടാണ്. കീറുന്നത് കാലികളെന്നേക്കാരോ ശരിയാണ്. ചിലപ്പോൾ കാലികളെന്നേക്കാര, അക്ഷരാർത്ഥത്തിലെ കാലികളെന്നേക്കാര. ആ കീറിയതിന് മറ്റല്ലാന്നറിയുമ്പോൾ ബലാന്നറിയുമല്ലോ. ഞങ്ങളും അങ്ങനെ കരുതിയിരുന്നു. ചിലതൊക്കെ കാലികൾ കയറുന്നത് നമ്മൾ തന്നെ കാണാറുണ്ട്. അപ്പൊ പിന്നെ എല്ലാം വെറുതെ സംഘടനക്കാരെ പറയേണ്ടതില്ല, സാമൂഹ്യ ദ്രോഹികൾ ഉണ്ടാകും. കഴിഞ്ഞതിന് ശേഷം പിടിക്കുമ്പോൾ അതല്ല രസം. പല റിപ്പോർട്ടുകളും കേൾക്കുന്നതാണ്. സത്യമാണോ അള്ളാഹു പോലെ നമുക്കറിയില്ല. കേൾക്കുന്നത് ഇതേ SKSSFകാരെ തന്നെ പിടിച്ചിട്ട് അറസ്റ്റ് ചെയ്തു എന്നാണ്. 3-4 സ്ഥലങ്ങളിലെ റിപ്പോർട്ടുകൾ APക്കാർ കാണിക്കുന്നു. കാണിക്കുന്നത് ഇതേ SKSSFകാരെ തന്നെ പിടിച്ചു, പേര് കൊടുത്തിട്ടാ പറയുന്നത് ഇന്നാലിന്ന ആൾക്കാരെ പിടിച്ചു. മാനമര്യാദക്കുള്ള സംഘടനാ പ്രവർത്തനമല്ല, ഇസ്ലാമിക സംസ്കാരത്തിന് യോജിക്കുന്ന സംഘടനാ പ്രവർത്തനമല്ല ഇത്. ഒരിക്കലും മാനവികതക്കും മനുഷ്യനും നിരക്കുന്ന തരത്തിലുള്ള ശബ്ദങ്ങളല്ല ഇത്. ഈ സംസ്കാരം ഒരിക്കലും നമ്മൾ വളർത്തിക്കൂടാ. ജംഇയ്യത്തുൽ ഉലമകൾ ഇതിനെ പ്രോത്സാഹിപ്പിച്ചുകൂടാ. ഇത്തരം മക്കളുടെ വലയത്തിലും അവരുടെ പിടിയിലും അമർന്നുകൊണ്ട് സ്വാതന്ത്ര്യമില്ലാതെ പണ്ഡിതന്മാർ ഞെരുങ്ങിക്കൂടാ. ഇത്തരം ഒരവസ്ഥ ഒരിക്കലും ഉണ്ടാകാതിരിക്കാൻ ഒരല്പം ശ്രദ്ധിച്ചേ പറ്റൂ, ജാഗ്രത കാണിച്ചേ പറ്റൂ, തെറ്റുണ്ടെങ്കിൽ തിരുത്തിയേ പറ്റൂ. ഇത് ബന്ധപ്പെട്ടവർ ഉണർത്തുന്നതോടൊപ്പം അവരിത് കേൾക്കുന്നില്ലെങ്കിൽ അവരെയൊക്കെ നിയന്ത്രിക്കുന്നത് നമ്മൾ ബഹുജനങ്ങൾ പിന്തുണച്ചിട്ടാ, നമ്മളൊപ്പം കൂടിയിട്ടാണ് ഇതൊക്കെ നടക്കുന്നത്. അല്ലെങ്കിൽ ആരും കൂടില്ല. ലക്ഷക്കണക്കിന് ആളുകൾ സമ്മേളനത്തിന് കൂടുമ്പോൾ ഇതൊക്കെ കൂടി നമ്മളെ ആൾക്കാരാന്ന് വിചാരിക്കുന്നത് നമ്മൾ കൂടി കൊടുത്തിട്ടാണല്ലോ. അപ്പൊ ആളുകൾ തിരിച്ചറിയുക, ഈ വേണ്ടാത്തരങ്ങൾക്ക് ഒരിക്കലും നമ്മൾ പ്രോത്സാഹനം നൽകാൻ പാടില്ല. ഒരു മുസ്ലിം എന്ന നിലക്ക് ഇസ്ലാം അല്ലാഹു അനുഗ്രഹം ചൊരിഞ്ഞു തന്നത് നമുക്ക് വല്ലാത്ത ഒരു അടിസ്ഥാനമായ നിഅമത്താണ്. മുഅ്മിനീങ്ങളെ,
നബിമാർക്കായാലും ഔലിയാക്കന്മാർക്കായാലും സാധാരണക്കാർക്കായാലും വലിയവർക്കായാലും ഇസ്ലാം എന്ന് പറയുന്ന അടിസ്ഥാന ഗുണമില്ലെങ്കിൽ യാതൊരു വ്യത്യാസമല്ല. ഉദാഹരണം നോക്കിങ്ങൾ, മുത്തുനബിന്റെ പേരക്കുട്ടികളാണ് 40ാമത്തെ പൗത്രന്മാരും 41, 42 ഒക്കെ പൗത്രന്മാരൊക്കെയാണ് നമ്മൾ ഇരിക്കുന്ന ഈ തങ്ങന്മാര്. ഈ തങ്ങന്മാരെ നമ്മൾ മുത്തുനബിയുടെ ആല് എന്ന് പറഞ്ഞ് സ്വലാത്ത് ചൊല്ലുന്ന എല്ലാ സ്വലാത്തിലും അവർക്ക് പങ്കുണ്ട്. ഈ പങ്ക് അവർക്ക് കിട്ടണമെങ്കിലും അവർ മുത്തുനബിന്റെ കുടുംബക്കാരും തങ്ങന്മാരും എന്ന ശരിയായ അവകാശം അവർക്ക് കിട്ടണമെങ്കിലും ഇസ്ലാം എന്ന് പറയുന്നത് അവരിൽ വേണം. ഇസ്ലാം ഇല്ലെങ്കിൽ, മൂമിനല്ലെങ്കിൽ ഒരാളെയും നമ്മൾ റസൂലുള്ളാഹിന്റെ മക്കളാണ്, കുടുംബമാണെന്ന് പറയില്ല. അള്ളാന്റെ റസൂലിന്റെ നേരെ മുത്താപ്പ, ബാപ്പാന്റെ നേരെ സഹോദരൻ അബ്ദുൽ മുത്തലിബിന്റെ മകനല്ലേ അബൂലഹബ്? തബ്ബത് യദാ അബീലഹബ് എന്നല്ലേ നമ്മൾ ഓതുന്നത്? തബ്ബത് യദാ അബീലഹബ്. ഈ അബൂലഹബിനെ ശപിക്കുകയല്ലേ ഖുർആൻ നേരെ മുത്താപ്പാനെ. എന്തേ കാര്യം? ഇസ്ലാം കിട്ടിയില്ല. ഇസ്ലാം കിട്ടിയില്ലെങ്കിലേ മറ്റു മഹത്വങ്ങളൊക്കെ അതിന്മേൽ പടുത്തുയർത്തപ്പെടുന്നതാണ്. ഒരാൾ വലിയ ഔലിയാക്കളിൽപ്പെട്ടാലും ഔലിയാക്കളുടെ വിവിധ സ്റ്റേജുകളിൽ എത്തണമെങ്കിലും അടിസ്ഥാനപരമായി ഇസ്ലാം വേണം. ഒരു ആലിമാകാൻ ഇസ്ലാം വേണം, ഒരു സൂഫിയാകാൻ ഇസ്ലാം വേണം, ഒരു കുതുബാകാൻ ഇസ്ലാം വേണം, ഒരു ഔസാകാൻ ഇസ്ലാം വേണം. ഏത് ഔലിയാക്കളും ഔലിയാക്കളായി തീരാൻ അടിസ്ഥാനത്തിലുള്ള കല്ല് ഇസ്ലാമാണ്. ആ ഇസ്ലാം ജന്മനാ അല്ലാഹു തആല നമുക്ക് നൽകിയിട്ടുള്ള മഹത്തായ അനുഗ്രഹം ചെറുതായി നമ്മൾ ആരും കാണാൻ പാടില്ല സഹോദരങ്ങളെ. നമ്മുടേതും ചെറുതായി കാണാൻ പാടില്ല, അവരൻ്റേത് ഒരിക്കലും ചെറുതാക്കി കാണിക്കാനും പാടില്ല, അതിനെ അവഹേളിക്കാനും പാടില്ല. തങ്ങളവர்கள் സൂചിപ്പിച്ചില്ലേ ഹജ്ജത്തുൽ വദാഇലെ മുത്തനബിയുടെ പ്രസംഗത്തിൽ, ഇന്നത്തെ ദിവസം ഏതാകുന്നു, ഈ മാസം ഏതാകുന്നു, ഈ പ്രദേശം ഏതാകുന്നു എന്ന് ചോദിച്ചിട്ട് ഉറപ്പുവരുത്തിയിട്ട് റസൂലുള്ളാഹിക്ക് തിരിയാനിട്ടല്ലോ ആളുകളെ കൊണ്ട് പറയിച്ചിട്ട് ഇത് ഹജ്ജ് മാസമാണ്, ദുൽഹിജ്ജ മാസമാണ്, ഇത് പവിത്രമായ ഹറം ഷരീഫാണ്, ഇത് മാസം വളരെ സുന്ദരമാണ്, ഇന്നത്തെ ദിവസം വെള്ളിയാഴ്ചയാണ് എന്നെല്ലാം ഉറപ്പുവരുത്തിയ ശേഷം അല്ലാഹുവിന്റെ റസൂൽ പറയുന്നതല്ലേ, നിങ്ങളുടെ സമ്പത്തുകൾക്കും നിങ്ങളുടെ രക്തങ്ങൾക്കും നിങ്ങളുടെ അഭിമാനങ്ങൾക്കും വലിയ വിലയുണ്ട്. അത് പിച്ചു ചീന്താൻ ആർക്കും പാടില്ല, തമ്മിലാരും നികഴ്ത്താൻ പാടില്ല, ഒരുത്തന്റെ രക്തത്തെ കളിക്കാൻ പാടില്ല, ശരീരത്തെ ഭേദം ചെയ്യാൻ പാടില്ല, അവന്റെ മാനം കെടുത്താൻ പാടില്ല, അവന്റെ സമ്പത്ത് പിടിക്കാൻ പാടില്ല. ഇന്ന അംവാലക്കും ഇന്നമാം ദിമാഉക്കും വഅംവാലുക്കും വഅറാദുക്കും അലൈക്കും ഹറാം കഹുർമതി യൗമിക്കും ഹാദാ ഫീ ശഹരിക്കും ഹാദാ ഫീ ബലദിക്കും ഹാദാ. നിങ്ങളുടെ ഇന്നത്തെ ദിവസത്തിന് എത്ര വ്യത്യാസമുണ്ട്, എത്ര പവിത്രതയുണ്ട്. അറഫയുടെ ദിനമാണ്, വെള്ളിയാഴ്ചയുമാണ്. വെള്ളിയാഴ്ചയും അറഫയിലും ഒത്തു വന്നിട്ടുള്ളതാണ് നബിയുടെ ഹജ്ജിന്റെ നാൾ. ദുൽഹിജ്ജ മാസമാണ്. പണ്ടേ 4 മാസങ്ങൾ മുഹറമായ മാസത്തിൽപ്പെട്ടതാണ്, ബലദുൽ ഹറാമാണ്. ഇത് മുഴുവൻ പവിത്രത പ്രത്യേകം മൂന്നി അവിടുത്തെ ശ്രോതാക്കളായ 1,24,000 പേരുടെ മുമ്പിൽ അല്ലാഹുവിന്റെ റസൂൽ കൊടുക്കുന്നു. എന്നിട്ട് അവരെ കൊണ്ട് അത് ബോധിപ്പിച്ചിട്ട് പറയുന്നു, നിങ്ങളുടെ രക്തത്തിനും ഈ പവിത്രതയുണ്ട്, നിങ്ങളുടെ അഭിമാനത്തിന് ഈ പവിത്രതയുണ്ട്, നിങ്ങളുടെ എല്ലാ സംഗതികൾക്കും ഈ പവിത്രതയുണ്ട്, പറിച്ചു ചീന്താൻ പാടില്ല. അല്ലാഹുവിന്റെ റസൂൽ കഅബ തവാഫ് ചെയ്തുകൊണ്ടിരിക്കുന്നു. തങ്ങൾ കഅബയിലേക്ക് നോക്കുന്നു. നോക്കിയിട്ട് തങ്ങൾ അല്ലാഹുവിന്റെ റസൂൽ കഅബയിലേക്ക് നോക്കിക്കൊണ്ട് അവിടുന്ന് പറയുന്നത്, എന്താണ് ഈ കഅബയുടെ പവിത്രത, എന്താണ് ഈ കഅബയുടെ മഹത്വം? മാ അത്യബകി, ഓ കഅബ നീ എത്ര പരിശുദ്ധം. വമാ അത്യബ റീഹകി, നിന്റെ വാസനക്ക് എന്ത് സുഗന്ധം. മാ അഅ്ളമകി, നീ എത്ര മഹത്തരം. വഅഅ്ളമ ഹുർമതകി, നിന്റെ പവിത്രത മഹത്തരം. കഅബയുടെ മഹത്തരമായ പവിത്രത, കഅബയുടെ മഹത്തരമായ സ്ഥാനം. കഅബയിലേക്ക് തങ്ങൾ നോക്കിയിട്ട് വിളിച്ചുണർത്തിയിട്ട് ചുറ്റുഭാഗവും കാണുന്ന അനുയായികളെ മുഴുവൻ ബോധ്യപ്പെടുത്തിയിട്ട് അല്ലാഹുവിന്റെ റസൂൽ ഉണർത്തുന്നത് നോക്കൂ. വല്ലദീ നഫ്സു മുഹമ്മദിൻ ബിയദിഹി, ഈ മുഹമ്മദിന്റെ ശരീരം ഏതൊരു റബ്ബ് നിയന്ത്രിക്കുന്നുവോ അവനെ തന്നെയാണ്. ലഹുർമത്തുൽ മുഅ്മിനി ഇൻദല്ലാഹി അഅ്ളമു മിൻ ഹുർമതികി കഅബ, നിന്റെ സ്ഥാനത്തേക്കാൾ പവിത്രമാണ് ഒരു കേവലം വിശ്വാസിയുടെ പവിത്രത അല്ലാഹുവിന്റെ അടുക്കൽ. ഈ കഅബ എന്ന ഭവനത്തേക്കാൾ പവിത്രമാണ് നിങ്ങളുടെ വിശ്വാസിയായ ഒരു സഹോദരന്റെ ഏറ്റവും പവിത്രത. മലിഹി വദമിഹി, അവന്റെ ധനത്തിനും അവന്റെ രക്തത്തിനും അവന്റെ അഭിമാനത്തിനും സുരക്ഷ കിട്ടുന്ന പവിത്രതയാണ്. ആ പവിത്രത മുത്തുനബി തങ്ങൾ ഉണർത്തിയിട്ട് ആ പവിത്രത ചീന്തുന്നതിനെ 35 തരത്തിലുള്ള 35 തവണ സിന ചെയ്താൽ
ആ വ്യഭിചാരത്തിന് കിട്ടുന്ന ശിക്ഷയേക്കാൾ 1 ദിർഹം റിബയ്ക്ക് ശിക്ഷയുണ്ടെന്ന് പറഞ്ഞിട്ട് 1 ദിർഹം, 1 വെള്ളുറുപ്യ പലിശയുടെ കാശൊരുത്തൻ വാങ്ങിയാൽ 35 തവണ വ്യഭിചരിച്ച വ്യഭിചാരത്തെക്കാൾ കുറ്റമുണ്ടെന്ന് പറഞ്ഞിട്ട് തങ്ങൾ പറയുന്നു, ഈ പണം മാത്രമാണ് റിബയെന്നു ധരിക്കല്ല, ഈ ഇടപാടിൽ കാണുന്നത് മാത്രമാണ് കുറ്റമുള്ള പലിശ എന്ന് ധരിക്കല്ല. ആഖിറത്തിൽ കുറ്റം കിട്ടുന്ന ഏറ്റവും കടുത്ത പലിശ, ഏറ്റവും വലിയ പലിശ, ഏറ്റവും ദുഷ്ട പലിശ ഇന്തിഹാഖു അർദിൽ മുസ്ലിം, ഒരു മുസ്ലിമിന്റെ മാനം കെടുത്തലാണ്. ഇന്തിഹാഖു ഹുർമതിഹി, അവന്റെ അഭിമാനത്തെ പിച്ച് ചീന്തലും അവഹേളിക്കലുമാണ്. ഈ അവഹേളനമല്ലേ 2 കൂട്ടരും നടത്തിക്കൊണ്ടിരിക്കുന്നത്? ഈ പരിഹാസമല്ലേ 2 കൂട്ടരും നടത്തിക്കൊണ്ടിരിക്കുന്നത്? വ്യക്തിപരമായ പരിഹാസം, വ്യക്തിപരമായ കളിയാക്കൽ സാധാരണക്കാർക്ക് പോലും ചേരാത്തത് പണ്ഡിതന്മാരാ നടത്തുന്നത്. ഞങ്ങൾ സംഘടനാക്കാരും ഗൗരവത്തിൽ പറയുന്നു, ഇത്തരം വിഷയങ്ങൾ ഗൗരവത്തിൽ പറയുന്നു. ഉത്തരവാദപ്പെട്ട ഏതെങ്കിലും നേതാക്കളെയോ ഒരു സാധാരണക്കാരനായ ലോക്കൽ പൗരനെയോ ഏതെങ്കിലും ഒരു സംഘടനയിലെ തറ പ്രവർത്തകനെയോ വ്യക്തിപരമായി എന്തെങ്കിലും ഒരു പരാമർശം ഞങ്ങളുടെ ഭാഗത്ത് നിന്നോ ഞങ്ങളുടെ പ്രവർത്തകരുടെ ഭാഗത്ത് നിന്നോ നിങ്ങൾ കേൾക്കുന്നുണ്ടോ? ഞങ്ങൾ എത്ര കാലമായി പ്രസംഗിക്കുന്നു, സംസാരിക്കുന്നു, എന്തൊക്കെ വിഷയങ്ങളാണ് 2 കൂട്ടരും നടത്തുന്നതിന് സന്ദർഭത്തിനനുസരിച്ചുകൊണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരു വിഷയം തെരഞ്ഞെടുത്ത് പറയുമ്പോൾ അത് മാത്രം പറയും. അപ്പൊ തട്ടൊപ്പിക്കാൻ വേണ്ടി മറ്റോലെ പറയലില്ല. ഇത് ഞങ്ങൾ പഠിച്ചിട്ടില്ല. ഒരു വിഷയം പറയുമ്പോ അവരെ പറയണമെങ്കിൽ മറ്റോലും കൂടി പറയണമെന്ന്. ഇത് അനീതിയാണല്ലോ. ഈ അനീതി നമുക്ക് ചേരില്ലാത്തത് കൊണ്ട് ഇപ്പം വിഷയം പറയുന്നത് പൊതുമഹല്ലുകൾ ഭിന്നിക്കാതിരിക്കാൻ, ശിഥിലമാകാതിരിക്കാൻ, നശിക്കാതിരിക്കാൻ, പൊതുമദർസകൾ സമസ്തയുടേതായി സംഘടനാവൽക്കരിക്കാതിരിക്കാൻ, മറുസംഘടനയിൽ പ്രവർത്തിപ്പനായതുകൊണ്ട് അവന് കഞ്ഞി മുടക്കാതിരിക്കാൻ, ജോലി മുടക്കാതിരിക്കാൻ, അവർ ഈ രംഗം വിടുന്ന തരത്തിൽ അവർക്ക് അവകാശം നിഷേധിക്കാൻ, പള്ളിയിൽ ഒരു സാധുവിന് നൽകുന്ന പിരിവ് അവർക്ക് കൊടുക്കുന്നത് നിഷേധിക്കാതിരിക്കാൻ, മുഅല്ലിം ക്ഷേമനിധി എന്ന പേരിൽ മുഅല്ലിമീങ്ങളിൽ നിന്ന് തന്നെ വരുമാനം വേങ്ങി ഒരു ദിവസത്തെ വരുമാനം വേങ്ങുന്നു. ആ വാങ്ങുന്ന വരുമാനം ആരിൽ നിന്നും മേടിക്കുന്നു. പക്ഷെ കൊടുക്കുമ്പോൾ സ്വന്തം സംഘടനാ പ്രവർത്തനം ശരിക്ക് നാട്ടിൽ നടത്തുന്നവരാണെന്ന് നാട്ടിലെ കുട്ടിപ്പയ്യന്മാരായ SKSSFന്റെ പ്രവർത്തകന്മാരെ കൊണ്ട് എഴുതി ഒപ്പിട്ടിട്ട് മാത്രം വയസ്സായ ഒരു മുഅല്ലിമിന് കുട്ടിയെ കെട്ടിക്കാൻ, ഹാർട്ട് രോഗത്തിന് ചികിത്സിക്കാൻ, ഉമ്മാക്കും ബാപ്പാക്കും ചികിത്സിക്കാൻ കൊടുക്കുള്ളൂ പണം എന്ന് വരുന്നത് എത്ര മോശമാണ് സഹോദരങ്ങളെ. ഇത് പണ്ഡിതന്മാർ നടത്തേണ്ടതാണോ? ഇതിന് പണ്ഡിതന്മാർ നേതൃത്വം നൽകേണ്ടതാണോ? ഈ സന്ദേശം ശരിയാണോ? ഈ സംസ്കാരം ശരിയാണോ? ഇത് നമ്മൾ നമ്മുടെ പണം കൊണ്ട് അനുവദിക്കരുത്. നമ്മൾ അത്തരം ഫണ്ടുകൾക്ക് സഹായിക്കുന്നത് ശ്രദ്ധിച്ച് വേണം. നാട്ടിലെ റേഞ്ചിലെ മുഅല്ലിമീങ്ങൾക്ക് റേഞ്ചുകൾ പിരിച്ചിട്ട് കൊടുക്കുന്നതും മദ്രസയിലെ കുട്ടികളിൽ നിന്ന് പിരിച്ചിട്ട് കൊടുക്കുന്നതും കിട്ടണമെങ്കിൽ 2 റേഞ്ചിലെയും, സ്വദേശി റേഞ്ചിലെയും ഇവിടുത്തെ റേഞ്ചിലെയും ഒക്കെ ഇതുപോലത്തെ അംഗീകാരം കിട്ടണം. നമ്മളെ പ്രവർത്തകനാ, നമ്മളെ പത്രത്തിൽ വരിക്കാറ് ചേർക്കുന്നു എന്ന്. ഇതൊരു ശരിയല്ലല്ലോ. ഇതൊക്കെ തിരുത്തേണ്ടത് തന്നെയാണ്. മറുപക്ഷം പറഞ്ഞു എന്നെഴുതിയോ, വേറെ സംഘടനക്കാർ പറഞ്ഞു എന്നെഴുതിയോ ദുരഭിമാനം തോന്നേണ്ട. നിങ്ങൾ തന്നെ ഒറ്റയ്ക്ക് ആലോചിച്ചിട്ട് തിരുത്തേണ്ടതാണെങ്കിൽ തിരുത്തിക്കോ. ഇതിനൊന്നും ഉത്തരവാദപ്പെട്ട നേതാക്കൾ ഉത്തരവാദികളല്ല. പാണക്കാട്ടെ സയ്യിദുമാരെയും അതുപോലത്തെ മഹനീയരായ സയ്യിദുമാരെയും നേതൃത്വം പറഞ്ഞുകൊണ്ടും ഔലിയാക്കളും ആരിഫീങ്ങളും സംഘടിപ്പിച്ചതാണെന്ന് പറഞ്ഞുകൊണ്ട് ആ രൂപീകരിച്ച ആരിഫീങ്ങൾ ഔലിയാക്കളിൽ പെട്ടവരാ. ഞങ്ങളുടെ അഭിമാനങ്ങളായ താജുലുലമായും മൗലാന കുഞ്ഞറുകുട്ടി മുസ്ലിയാരും ഒക്കെ സ്ഥാപകരായ ഔലിയാക്കളെ അവരിൽപ്പെട്ടവരല്ലേ? 40-42 കൊല്ലക്കാലം നിന്നവരല്ലേ? അവരെ പറഞ്ഞിട്ട്, സാധുക്കളെ പറഞ്ഞ് പേടിപ്പിച്ചിട്ട് മോശപ്പെട്ട രീതിയിലുള്ള സംഗതികൾ പറയരുത്. സ്വന്തം സഹോദരന് വല്ല ആപത്തും പറ്റിയാൽ അതിൻ്റെ പേരിൽ സന്തോഷം തോന്നുന്നൊക്കെ എത്ര വലിയ കുറ്റ. വാസനത്തുൽ അസ്അദ് റളിയല്ലാഹു അൻഹു പറയുന്നു, ലാ തുദ്ഹിരി ശമാത്തതി അഖീക ഫയർഹമുല്ലാഹു ഫയർഹമുല്ലാഹു വയബ്തലിയക. നീ നിന്റെ സഹോദരന് വല്ലതും വന്നാൽ അതിൽ സന്തോഷിക്കുന്നത് ശരിയല്ല. അവന് പകരം നിന്നെ അല്ലാഹു തആല ശിക്ഷിക്കും, പരീക്ഷിക്കും. നല്ലോണം ശ്രദ്ധിക്കണം. അയാളോട് റഹ്മത്ത് കാട്ടിയേക്കും. ഇത്തരം ഹദീസുകളൊക്കെ റസൂലുള്ള പറഞ്ഞ് നമുക്ക് എല്ലാവർക്കും ചിന്തിക്കാനാണ്, നമ്മൾ എല്ലാവരും ആലോചിക്കാനാണ്. ഈ വസ്തുത സംഘടനാ സംസ്കാരവും മാനവീയ സംസ്കാരവും ഒക്കെ എല്ലാവരും കാത്തു സൂക്ഷിക്കണമെന്ന് പ്രത്യേകം ഉണർത്താനും
അത് ബഹുജനങ്ങളുടെ മുമ്പിൽ ഈ സംഘടനാ വൽക്കരണത്തിൻ്റെ കാര്യം പ്രത്യേകം ശ്രദ്ധയിൽപ്പെടുത്താനും വേണ്ടി നടത്തുന്ന ഈ ക്യാമ്പയിനെ മാനസികമായും മറ്റെല്ലാ നിലയിലും നിങ്ങൾ എല്ലാവരും പിന്തുണക്കണമെന്നും ബന്ധപ്പെട്ട ആളുകളെ ഇത്തരം തെറ്റുകളിൽ നിന്നും വേണ്ടാധീനങ്ങളിൽ നിന്നും പിന്തിരിപ്പിക്കാൻ ശ്രമിക്കണമെന്നും അതൊരു നല്ല സമരമാണെന്നും പ്രത്യേകം ഉണർത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തട്ടെ. റഹ്മാനും റഹീമുമായ നാഥ, ഞങ്ങൾ ചെയ്യുന്ന പരിശ്രമങ്ങൾ നീ കബൂലാക്കണേ റഹ്മാനെ. സതുദ്ദേശപൂർവ്വം ചെയ്യുന്ന ഈ സേവനങ്ങളും ഇത്തരത്തിലുള്ള ക്യാമ്പയിനുകളും നീ വിജയിപ്പിക്കണമേ റഹ്മാനെ. ശുദ്ധരിൽ ശുദ്ധരായ ഞങ്ങളുടെ വിലമാക്കന്മാർ നേതൃത്വം നൽകുകയും അവർ പ്രത്യേകം തീരുമാനിച്ചുകൊണ്ട് നിർദ്ദേശിച്ച് പ്രഖ്യാപിക്കുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ നടത്തുന്ന ഈ ക്യാമ്പയിൻ നീ വിജയിപ്പിക്കണമേ റഹ്മാനെ. ഇതിൻ്റെ പരിസമാപ്തിയും ഭംഗിയാക്കണമേ റഹ്മാനെ. റഹ്മാനും റഹീമുമായ റബ്ബെ, ഞങ്ങളുടെ പണ്ഡിതന്മാർക്കും ഞങ്ങളെല്ലാവരുടെയും നേതാക്കൾക്കും 4 സുന്നി സംഘടനകളിലുള്ള പണ്ഡിതന്മാർക്കും നീ ദീർഘായുസ്സും ആഫിയത്തും നൽകണമേ റഹ്മാനെ. ഹിദായത്ത് അവർക്കും ഞങ്ങൾക്കും നൽകണമേ റഹ്മാനെ. സമുദായത്തെ നന്മയിലേക്ക് നയിക്കുന്നതിന് വേണ്ടി തൗഫീഖ് നൽകണമേ റഹ്മാനെ. അവരെയും ഞങ്ങളെയും ജീവിക്കുന്ന കാലം അത്രയും ആരോഗ്യത്തോടെ ആഫിയത്തോടുകൂടെ ജീവിച്ച് നീ പൊരുത്തപ്പെടുന്ന അമലുകൾ മാത്രം ചെയ്യാൻ തൗഫീഖ് നൽകി, തെറ്റുകുറ്റങ്ങൾ വന്നുപോയതുണ്ടെങ്കിൽ പുറത്തു തന്നി ഇനി തെറ്റുകളിലേക്ക് പോകാതെ കാവൽ നൽകി ഇനി കാത്തു സൂക്ഷിച്ച് മുസ്ലിമീങ്ങളായി മൂമിനീങ്ങളായി മരിപ്പിക്കണമേ റഹ്മാനെ. ഞങ്ങൾക്കിടയിലുള്ള സംഘടനാ സൗഹാർദ്ദവും ഞങ്ങളുടെ പണ്ഡിതന്മാർക്കിടയിലുള്ള സൗഹാർദ്ദവും നീ പുതുക്കി ഇണക്കണമേ റഹ്മാനെ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.